സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിയൽ അനാലിസിസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്താ പറയുന്നത്, നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് അങ്ങനെ തന്നേക്കുന്നത്. അതിന്റെ ഈ റാഷണൽ നമ്പേഴ്സിന്റെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യൂ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ലെസ് ദാൻ √2 - 1 ഇൻറ്റു എക്സ് ലെസ് ദാൻ √2 + 1 ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ സെറ്റിന്റെ അകത്തുള്ള എലമെന്റ്സിന്റെ കണ്ടീഷൻ തന്നേക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ്. അപ്പം ഈ ചോദിച്ചേക്കുന്നത് ഈ സെറ്റിന്റെ നമ്മുടെ സെറ്റിന്റെ സുപ്രീമും ഇൻഫിനിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, സുപ്രീമും ഇൻഫിനിമും. നമുക്ക് ആ സെറ്റിനെ കുറിച്ച് നോക്കാം, എങ്ങനെയുള്ള എക്സുകളാണ് എന്താണ്. അപ്പം എക്സിന്റെ ഒരു അപ്പർ ബൗണ്ടും ഒരു ലോവർ ബൗണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന്റെ സുപ്രീമും ഇൻഫിമും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ സുപ്രീമത്തെ കുറിച്ച് നോക്കാം. അപ്പം നമുക്ക് √2 - 1 ഇൻറ്റു എക്സ് ലെസ് ദാൻ √2 + 1 എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ അതിൽ നമുക്ക് എന്ത് പറയാം, അതിൽ നിന്ന് എക്സ് ലെസ് ദാൻ √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 എന്ന് പറയാം. അപ്പൊ എങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്, എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ട്. ഇങ്ങനെ എക്സ് എങ്ങനെയുള്ള റാഷണൽ √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ആണ് ഈ റാഷണൽ നമ്പേഴ്സ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു ലോവർ ബൗണ്ടോ, ലോവർ ബൗണ്ട് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചത് ഈ ഒരു ഇനിക്വാളിറ്റി എന്നായിരുന്നു. അതിന്റെ നമ്മുടെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അടുത്ത ഇനിക്വാളിറ്റി ഉപയോഗിക്കുക. 0 ലെസ് ദാൻ √2 - 1 ഇൻറ്റു എക്സ് എന്നുള്ള ഇനിക്വാളിറ്റി ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അപ്പൊ നമുക്ക് 0 ലെസ് ദാൻ √2 - 1 ഇൻറ്റു എക്സ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, രണ്ട് സൈഡിൽ √2 - 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ എക്സ് അല്ലെങ്കിൽ എക്സ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് പോസിറ്റീവ് ആവുക, ആ ഒരു കണ്ടീഷനാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ പറയാം, മൊത്തത്തിലുള്ള ബൗണ്ട് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഈ ഒരു കളക്ഷന്റെ അകത്തുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും ആണ് ഈക്കകത്തുള്ളത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം അറിയാം, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡെൻസ് ആണ്. റാഷണൽ നമ്പേഴ്സ് ഡെൻസ് ആണ്. അപ്പൊ നമുക്ക് ഏതൊരു രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ഇടയ്ക്ക് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്താ, ഈ 0 ലെസ് ദാൻ √2 + 1 ഡിവൈഡ് ബൈ √2 - 1 ഇടയ്ക്കുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു സെറ്റിന്റെ സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്ന് പറയുന്നത് √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ആണ് അല്ലെ. കാരണം എന്താ, √2 + 1 ഡിവൈഡ് ബൈ √2 - 1 അതിനോട് എത്രയോ അടുത്തുള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇതിന്റെ അകത്തുണ്ട്, ഈ കളക്ഷൻ്റെ അകത്തുണ്ട്. എന്താ, റാഷണൽ നമ്പേഴ്സ് എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ട്. അപ്പം √2 + 1 ഡിവൈഡ് ബൈ √2 - 1 ചെറിയ ഏതൊരു നമ്പർ, ഒരു കെ എടുത്തു കഴിഞ്ഞാലും, ലെസ് ദാൻ കെ ഇങ്ങനെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ കെയ്ക്കും √2 + 1 ഡിവൈഡ് ബൈ √2 - 1 ഇടയ്ക്ക് എന്തുണ്ട്, റാഷണൽ നമ്പർ ഉണ്ട്. അപ്പൊ ഇതിന്റെ സുപ്രീമം ഏറ്റവും ഇതിനെന്താണ്, ഇതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, √2 + 1 ഡിവൈഡ് ബൈ √2 - 1. അപ്പൊ ശരിക്കും ഇത് ഏതായിരുന്നു ആ സെറ്റ്, ഈ സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമുക്ക് വേറെ രീതി എഴുതുവാണെങ്കിൽ എ ഈക്വൽ ടു ക്യൂ ഇന്റർസെക്ഷൻ 0 √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ആയിരുന്നു. ഇതായിരുന്നു ആ സെറ്റ്. അപ്പൊ ഇതിന്റെ സുപ്രീമം എന്ത് തന്നെ വരും, സുപ്രീമം എന്ന് പറയുന്നത് √2 + 1 ഡിവൈഡ് ബൈ √2 - 1. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിന്റെ അകത്ത് അങ്ങനെ ഒന്നും തന്നിട്ടില്ല, √2 + 1 ഡിവൈഡ് ബൈ √2 - 1 തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇത് നമുക്കൊന്ന് ഡിനോമിനേറ്റർ ഒന്ന് റാഷണലൈസ് ചെയ്യാം. √2 + 1 ഇൻറ്റു √2 - 1 നമ്മൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി √2 - 1 വെച്ച് നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാം. √2 - 1 ഡിവൈഡഡ് ബൈ √2 - 1 അല്ലെ. അപ്പൊ ഇതെന്ത് കിട്ടും, ഇതെന്ന് പറയുന്നത് √2 + 1 ഇൻറ്റു √2 - 1. അപ്പൊ a + b ഇൻറ്റു a - b എന്ന് പറഞ്ഞ ഫോമില. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, a² - b². അപ്പൊ എന്ത് കിട്ടും, √2 സ്ക്വയർ - 1 ഡിവൈഡഡ് ബൈ എന്ത് വന്നു അല്ല, ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് √2 + 1 ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാനുള്ളല്ലോ. അപ്പൊ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ. √2 + 1 വെച്ച് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ താഴെ എന്ത് വന്നു, √a - b ഇൻറ്റു a + b. അപ്പൊ അവിടെ എന്ത് വരും, √2 സ്ക്വയർ - 1² എന്ന് കിട്ടി. മേളിൽ എന്ത് വരും, √2 + 1 ഇൻറ്റു √2 + 1, അതായത് √2 + 1 ദ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എന്ത് എഴുതാം, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് √2 എന്ത് വരും, 2 - 1, അതായത് 1 കിട്ടി. മേളിൽ എന്ത് വരും, മേളിലാണെങ്കിൽ √2 + 1 ഹോൾ സ്ക്വയർ. അപ്പൊ a + b ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 2 + 1 പ്ലസ് എന്ത് കിട്ടും, 2 √2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ അതാരാണ്, എന്ന് പറയുന്നത്
3 പ്ലസ് 2 റൂട്ട് 2. 3 പ്ലസ് 2 റൂട്ട് 2 ആണ് എന്ത് നമ്മുടെ ഇതിന്റെ ആൻസർ. 3 പ്ലസ് 2 റൂട്ട് 2 ആണ് ഇതിന്റെ സുപ്രീമം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ്. സോറി, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ്. 3 പ്ലസ് 2 റൂട്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇപ്പൊ നമ്മൾ ഈ സെറ്റ് നമുക്ക് ഇതിന്റെ ഇപ്പൊ ഇൻഫിമോ നമുക്ക് അറിയാം അല്ലെ. ഇൻഫിമോ നോക്കിയാൽ അപ്പൊ എങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് എടുത്തിരിക്കുന്നത്? 0ക്കും √2 + 1 ഡിവൈഡ് ബൈ √2 - 1 അകത്താണ്. അപ്പൊ ഈ സെറ്റിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്? 3 + 2 √2 എന്നും കിട്ടും. ഇതിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്? 0 വരുന്നു. അപ്പം ബാക്കി ഇൻഫിമത്തെ കുറിച്ചുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഇതിന്റെ താഴെ ഒരൊറ്റ ഓപ്ഷനെ കറക്റ്റ് ആയിട്ടുള്ളൂ. അതാണ് സുപ്രീമം ഓഫ് എ = 3 + 2 √2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇതിന്റെ അത് ശരിയായിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു ആദ്യത്തെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഫിമം ചെക്ക് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ക്വസ്റ്റൻ ആണ്. കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. എഫ് എന്ന് പറയുന്ന ഒരു എന്താണ്? എഫ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇതിന്റെ അകത്ത് ഈ ക്വസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് എഫ്, ഇമാജിനറി പാർട്ട് ഓഫ് എഫ്, ഇക്ക ബൗണ്ട് എഫിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് പ്ലെയിനിൽ ഫുൾ അനലിറ്റിക് ആയിട്ട് ഉള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇനി നമ്മളോട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? എഫ് റിയൽ പാർട്ട് ഓഫ് എഫ് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത് അത് ബൗണ്ടഡ് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ഇ റേസ് ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ബൗണ്ട് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? അല്ല. അപ്പം ഇവിടെ എല്ലാം എന്താണ്? ഈ നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴാണ് എഫ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അറിയണ്ടേ? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഇത് അത് വെച്ച് നമുക്ക് എഫ് കോൺസ്റ്റന്റ് ആണോ എന്ന് പറയാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പഠിക്കുകയാണെങ്കിൽ പിക്കാർഡ്സ് തിയറം എന്ന് പറയുന്ന തിയറം ഉണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിക്കാർഡ്സ് തിയറം എന്താ പറയുന്നത് വെച്ചാൽ, എഫ് എന്ന് പറയുന്ന ഒരു ഇതാണ് തിയറം പറയുന്നത്. ലെറ്റ് എഫ് ബി എ നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ. നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷൻ. അനലിറ്റിക് അവിടെ ഫുൾ എൻറ്റയർ, നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എഫ് എന്ന് പറയുന്ന ഒരു നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ, നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷൻ ആണെങ്കിൽ, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ നമ്മുടെ കോംപ്ലക്സ് എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് ഫ്രണ്ട്സ് സി തന്നെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിന് മൈനസ് ഒരു എലമെന്റ് സിംഗിൾട്ടൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മുടെ എഫ് എന്ന് പറയുന്ന ഒരു നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷൻ ആണെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ ഫുള്ള് കാണും, അല്ലെങ്കിൽ ഒരു എലമെന്റിനെ ഒഴിവാക്കാൻ പറ്റും. മാക്സിമം ഒരു എലമെന്റിനെ വരെ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു നമ്മുടെ ഇ റൈസ് ടു ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഇ റൈസ് ടു ഇസഡ് നമുക്കറിയാം ഇതൊരു എൻറ്റയർ ഫംഗ്ഷനാണ്. ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഈ എൻറ്റയർ ഫംഗ്ഷന് നോൺ കോൺസ്റ്റന്റ് ആണ്. ഇത് ഈ ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് എന്താ കിട്ടുന്നത്? എഫ് ഓഫ് ഇസഡ് ഇ റൈസ് ടു ഇസഡ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സി മൈനസ് സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾട്ടൺ 0 ഒഴിച്ചുള്ള ബാക്കി എല്ലാ കോംപ്ലക്സ് നമ്പറും നമ്മുടെ എഫ് ഓഫ് ഇ റൈസ് ടു ഇസഡ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പം വേറെ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 3 അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ ഫുൾ ആയിട്ട് ഇതിന്റെ റേഞ്ച് സെറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ തിയറം എന്താ പറയുന്നത്? ഏതൊരു നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷൻ എടുത്താലും മാക്സിമം ഒരു പോയിന്റ് വരെ എന്ത് പറ്റത്തുള്ളൂ? അതിന് റേഞ്ച് സെറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം അപ്പൊ മാക്സിമം ഒരു പോയിന്റ് വരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് എടുത്താലും നമ്മുടെ എന്താണ് എഫ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ ഇസഡ് ഈക്വൽ ടു വേണ്ട ഒരു ഡബ്ല്യു ഈക്വൽ ടു എ പ്ലസ് ഐ ബി എടുത്താൽ എഫ് ഓഫ് ഇസഡ് എന്താവണം? ഇതിനോട് ഈക്വൽ ആവണം. എഫ് ഓഫ് ഇസഡ് നമ്മൾ എങ്ങനെ പറയും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഒരു യു പ്ലസ് ഐ ബി അല്ലേ? അപ്പൊ എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ ബി ഈ ഒരു കോംപ്ലക്സ് നമ്പറോട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഫിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അതുപോലെ തന്നെ ചെയ്യണം അല്ലേ? അപ്പം എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഏത് കോംപ്ലക്സ് നമ്പർ വേണമെങ്കിലും ആകാൻ പറ്റുമെങ്കിൽ നമ്മുടെ യുവിനെ ബിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? യു എന്ന് പറയുന്നത് മാക്സിമം യു എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് എന്താ?
റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലേ? ഇതിന്റെ അകത്ത് യുവും വിയും റിയൽ വാല്യൂഡാണ്. എഫ് ഓഫ് എക്സ് യു പ്ലസ് ഐ ബി. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏത് കോംപ്ലക്സ് നമ്പർ വേണമെങ്കിലും മാക്സിമം ഒരെണ്ണം വരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ യുവിനെ കുറിച്ചും വിനെ കുറിച്ചും എന്ത് പറയാം? യുവും വിയും എല്ലാ റിയൽ നമ്പറും യുവും വിയും അറ്റൈൻ ചെയ്യണം. മാക്സിമം അവർക്ക് അത് തന്നെ പറയാം. മാക്സിമം പോയാൽ ഒരു റിയൽ നമ്പറിനെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. നമ്മുടെ ഇവിടെ പറഞ്ഞല്ലോ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഇസഡ് എടുക്കുവാണെങ്കിൽ എന്താണ് യു ഈക്വൽ ടു 0 വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരൊറ്റ കേസ് മാത്രമേ നമ്മുടെ യുവും വി എടുക്കാത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഒരു നോൺ കോൺസ്റ്റന്റ് എൻ്റർ ഫംഗ്ഷൻ പറഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടായ യുവും ഇമാജിനറി പാർട്ടായ വിയും മാക്സിമം ഒരു പോയിന്റിനെ മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പോയിന്റിനെയും എന്തായിരിക്കണം? മാക്സിമം ഒരു റിയൽ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ റിയൽ നമ്പറും യുവും വി അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഒരു റിസൾട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള എല്ലാ പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നേരെ ഉപയോഗിക്കാം. ബാക്കി വേറെ രീതിയിലൊക്കെ ചെയ്യാൻ നമ്മൾ കോളേജ് പഠിച്ചിട്ടുണ്ട്. എന്താ ഇപ്പം നമ്മുടെ മോഡുലസ് ഓഫ് എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ബൗണ്ടഡ് ആണ്, എഫ് കോൺസ്റ്റന്റ് അങ്ങനത്തെ കുറച്ച് റിയൽ പാർട്ട് ഓഫ് എഫ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കുറെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാൻ വേറെ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള. ഇത് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഒത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോക്കി, ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? റിയൽ പാർട്ട് ഓഫ് എഫും ഇമാജിനറി പാർട്ട് ഓഫ് എഫും ബൗണ്ടഡ് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ല. ഇനിയിപ്പോ നമുക്കറിയാം. കാരണം എന്താണ്? യുവും വിയും എന്താവാനേ പറ്റത്തുള്ളൂ? ബൗണ്ടഡ് ആണെന്ന് മാത്രമല്ല മാക്സിമം ഒരു റിയൽ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ മാക്സിമം 1 അല്ലെ, അത് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ അറ്റൈൻ ചെയ്തിരിക്കണം യുവും വിയും. അപ്പൊ ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? റിയൽ പാർട്ട് ഓഫ് എഫും അതായത് യുവും വിയും എന്താണെന്നാണ്? യുവും വിയും ബൗണ്ടഡ് ആണ്. അത് പറ്റത്തില്ല അല്ലെ. യുവും വിയും എല്ലാ റിയൽ നമ്പറും മാക്സിമം 1 ഒഴിച്ച് അറ്റ്മോസ്റ്റ് 1 എലമെന്റ് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് റേഞ്ച് ചെയ്യുന്നത്. അപ്പൊ യുവും വിയും ബൗണ്ടഡ് ആണെങ്കിൽ അപ്പൊ എന്തായി? നമ്മുടെ എഫ് കോൺസ്റ്റന്റ് ആയി. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ബൗണ്ടഡ് ആയാൽ മതി. കണ്ടോ? അത്രയും പോലും വേണ്ട. റിയൽ പാർട്ട് ഓഫ് എഫ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ആർ ബൗണ്ടഡ് എന്ന് പോലെ ഓപ്ഷൻ പോലും നമുക്ക് വേണ്ട. ഇതിന്റെ പകരമായിട്ട് ഇതിന് പകരം ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എഫ് ഈസ് ബൗണ്ടഡ് എന്നായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും എഫ് കോൺസ്റ്റന്റ്. കണ്ടോ? അത്രയും പവർഫുൾ ആണ് നമ്മുടെ ഈ റിസൾട്ട്. ഇനി അടുത്തത് ഓപ്ഷൻ ബി നോക്കിക്കേ. e raised to modulus of real part of f modulus of real part of f plus modulus of imaginary part of f എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to modulus of u plus modulus of v is bounded അല്ലേ? അപ്പൊ ഈ ഒരു e raised to modulus of u plus modulus of v ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വിയും ബൗണ്ടഡ് ആണല്ലോ അല്ലെ? ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ബൗണ്ടഡ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം? ആ ഇ റേസ് ടു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ ആ എഫ് ബൗണ്ടഡ് ആയിരിക്കണം. അല്ലാതെ പറ്റത്തില്ല. കാരണം നമുക്കറിയാം ഇ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷൻ അല്ലെ? അപ്പൊ ഈ മോഡുലസ് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വി ബൗണ്ടഡ് ആണ്. പക്ഷെ നമുക്ക് എന്തറിയാം? എഫ് എന്ന് പറയുന്ന ഒരു നോൺ കോൺസ്റ്റന്റ് എൻ്റർ ഫംഗ്ഷൻ ആണെങ്കിൽ യുവും വിക്കിനും എല്ലാ റിയൽ നമ്പർ അറ്റൈൻ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. അപ്പം യു പ്ലസ് വി മോഡുലസ് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വിയും അതുപോലെ തന്നെ എന്താ എല്ലാ പോസിറ്റീവ് റിയൽ നമ്പർ അറ്റൈൻ ചെയ്തേനെ അല്ലെ? മാക്സിമം ഒരെണ്ണമെങ്കിലും ഒരിക്കലും ബൗണ്ടഡ് ആയിട്ട് നിൽക്കത്തില്ല. എല്ലാ പോസിറ്റീവ് നമ്പറും മാക്സിമം ഒരു എക്സെപ്ഷൻ കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ പോസിറ്റീവ് റിയൽ നമ്പർ അറ്റൈൻ ചെയ്തേനെ ആര്? മോഡുലസ് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വി. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയാം? എഫിന് കോൺസ്റ്റന്റ് ആയേ പറ്റത്തുള്ളൂ. ഇ റേസ് ടു മോഡുലസ് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വി ബൗണ്ടഡ് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു റിസൾട്ട് എന്താണ്? ബി എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി നോക്കാം. സി എന്താ പറയുന്നത്? സം ഓഫ് റിയൽ പാർട്ട് ഓഫ് എഫ് പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റിയൽ പാർട്ട് ഓഫ് എഫ് ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് എഫ് ഇൻറ്റു ഇമാജിനറി പാർട്ട് അത് ബൗണ്ടഡ് ആണ്. ഇതിന്റെ അകത്ത് നോക്കിക്കേ. ഒന്നാമത്തെ എന്താ പറയുന്നത്? യു പ്ലസ് വി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. രണ്ടാമത് എന്താ പറയുന്നത്? യു ഇൻറ്റു വി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. ഇതെല്ലാം നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? നോക്കിക്കേ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചാൽ എന്താ? യുവും വിയും എന്താണ്? അൺബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എപ്പോ? നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റന്റ് എൻ്റർ ഫംഗ്ഷൻ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? യു പ്ലസ് വി എന്ന് പറയുന്നതും ഒരു അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. യു ഇൻറ്റു വി എന്ന് പറയുന്നതും അൺബൗണ്ടഡ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ പറയും ഈ സി നോക്കിക്കേ. ഈ സിക്കകത്ത് നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ ഒരുമിച്ച് ആവശ്യമില്ല. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം തന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തായി പോകും? എഫ് കോൺസ്റ്റന്റ് ആയി പോകും. ഇവര് രണ്ടുപേരുടെയും ആവശ്യമൊന്നും ഇല്ല ശരിക്കും. ഇതൊക്കെ വെറുതെ ഓപ്ഷനകത്ത് അങ്ങ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. റിയൽ പാർട്ട് ഓഫ് എഫ് പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റിയൽ പാർട്ട് ഓഫ് എഫിന്റെ ഇമാജിനറി പാർട്ട് ആർ ബൗണ്ടഡ് എന്ന് പറയുന്ന ഇതിനകത്ത് ഒരെണ്ണം പോലും തന്നാൽ പോലും എന്തായി പോകും? എഫ് കോൺസ്റ്റന്റ് ആയി പോകും. അപ്പം ഈ സി എന്ന് പറയുന്ന ഓപ്ഷനും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. ഇനി ഡി നോക്കാം. അപ്പൊ ഡി എന്താ പറയുന്നത്? സൈൻ ഓഫ് റിയൽ പാർട്ട്
of f plus imaginary part of f is bounded. എന്ന് വെച്ചാൽ എന്താണ് സൈൻ ഓഫ് യു പ്ലസ് വി, സൈൻ ഓഫ് യു പ്ലസ് വി ഈസ് ബൗണ്ടഡ് എന്നാണ് നിൽക്കുന്നത്. യുവും വി എന്താണ്, യുവും വിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് അല്ലെ, യുവും വിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പൊ നമുക്ക് എന്തറിയാം, ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന് റിയൽ ലൈനിൽ ആരാ, റിയൽ ലൈനിൽ ബൗണ്ടഡാ. സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് റിയൽ ആണെങ്കിൽ ബൗണ്ടഡാ, -1 നും 1 നും ഇടയ്ക്ക് കിടക്കത്തുള്ളൂ. പക്ഷേ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന് എന്താണ്, സൈൻ ഇസഡ് കോംപ്ലക്സ് വാല്യൂഡ് ആണെങ്കിൽ അതെന്താണ് ബൗണ്ടഡ് അല്ല. സൈൻ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് എന്താണ്, അതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അത് എന്താണ്, കോംപ്ലക്സ് പ്ലെയിനിൽ അത് ബൗണ്ടഡ് അല്ല, റിയൽ ലൈനിൽ മാത്രമേ ബൗണ്ടഡ് ആയിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞ എന്തൊക്കെന്താ, നമുക്ക് ഏതാ വന്നിരിക്കുന്നത്, സൈൻ ഓഫ് യു പ്ലസ് വി ചെയ്ത് അല്ലെ. ഇതിന്റെ അകത്ത് ഈ റിയൽ പാർട്ട് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ആരാ, അത് റിയൽ നമ്പറാ, ഈ ഇമാജിനറി പാർട്ടും റിയൽ നമ്പറാ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ അകത്ത് വന്നിരിക്കുന്ന എക്സ്, അകത്ത് വന്നിരിക്കുന്നത് എന്താ, സൈനിന്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു റിയൽ നമ്പറാ. അപ്പം സൈൻ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബൗണ്ടഡാ, കാരണം -1 നും 1 നും ഇടയ്ക്ക് കിടക്കത്തുള്ളൂ. അപ്പൊ അതെന്താണ്, അപ്പൊ സൈൻ ഓഫ് യു പ്ലസ് വി ബൗണ്ടഡ് ആണെന്ന് കരുതി അത് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും, ഏത് ഫംഗ്ഷൻ എടുത്താലും സൈൻ ഓഫ് യു പ്ലസ് വി ബൗണ്ടഡ് ആയിരിക്കും അല്ലെ. അപ്പം സൈൻ ഓഫ് യു പ്ലസ് വി ബൗണ്ടഡ് ആണെന്ന് കരുതി ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, ഇതെന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചോദിച്ചിരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് എന്നായിരുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണ്, ഡി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഇതാണ് ഫോൾസ് ആയിട്ട്. ബാക്കി എന്താണ്, ബാക്കി എയും ബിയും സിയും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരൊറ്റ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, അതാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇടത്ത് നമ്മൾ ഉപകരിക്കും. ഇതുപോലെ തന്നെ റിസൾട്ട് നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ തന്നെ ഒരു റിസൾട്ട് ഉണ്ട് നമുക്ക് എവിടെയുണ്ട്, നമ്മുടെ എസൻഷ്യൽ സിംഗുലാരിറ്റിക്കും ഉണ്ട്, നമ്മൾ പിന്നെ പറയാം. പക്ഷെ എന്താണ്, എസൻഷ്യൽ സിംഗുലാരിറ്റിയുടെ അടുത്തോട്ട് പോകും തോറും എല്ലാം ഇതുപോലെ തന്നെ ഫംഗ്ഷന് എന്താണ്, ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അറ്റൈൻ ചെയ്യുന്ന ഒരു വേറെ റിസൾട്ട് ഉണ്ട്. അത് ഇവിടെ നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒരു സിമിലർ റിസൾട്ടാണ്, പിക്കാർഡ് തിയറം പോലെ തന്നെ ഒരു സിമിലർ റിസൾട്ട് ആണ്. എസൻഷ്യൽ ഒരു ഫംഗ്ഷന് എ എന്ന് പറയുന്ന എസൻഷ്യൽ സിംഗുലാരിറ്റി ആണെങ്കിൽ എയുടെ നെയ്ബർ, എയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്നാ ചെയ്യും, കോംപ്ലക്സ് പ്ലെയിനിന്റെ എല്ലാ ഭാഗത്തോട്ടും വ്യാപിച്ചു പോകും, എല്ലായിടത്തോട്ടും വ്യാപിച്ചു പോകും, എല്ലാ പോയിന്റിലും അറ്റൈൻ ചെയ്യും. ആ മാക്സിമം എന്താണ്, ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അറ്റൈൻ അതും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വേറെ റിസൾട്ട് ഉണ്ട്, നമുക്ക് പിന്നെ കാണാം. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാർ? അതിനകത്ത് ബി ഇല്ലേ? ഹലോ 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 സാർ, കേൾക്കാവോ? കേൾക്കാവോ സാർ? ഹലോ ഹലോ ഒരു മിനിറ്റ്. ഹലോ സാർ, കേൾക്കാവോ സാർ? സാർ, നമ്മുടെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് അന്നേരം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണല്ലോ, അന്നേരം അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നമ്മൾ ഇപ്പൊ എൻ്റെ റിയലിൽ നിന്നും എൻ്റെ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നും എൻ്റെ കോംപ്ലക്സ് പ്ലെയിനിലേക്കല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഇ റൈസ് ടു ഇസഡ് എടുക്കുമ്പോഴത്തേക്കിന് അതിന്റെ രണ്ട് പാർട്ടിലേക്കും എക്സിസ്റ്റൻസ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ നമുക്കൊരു പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നുള്ളതല്ലേ അതിന്റെ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇ റൈസ് ടു മോഡുലസ് ഓഫ് real part of f plus modulus of imaginary part of f, it is bounded because the complex function അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. സീറോ എന്നത് മാത്രമേ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. 0 എന്ന് പറയുന്ന പോയിന്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പോയിന്റിലും അതിന്റെ ഈ പറയുന്ന അനാലിറ്റിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഈ പിക്കാർഡ് തിയറം പറയുന്നത്. അങ്ങനെ അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമേ ഒരു പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളതല്ലേ ഉള്ളൂ. Okay. Thank you, sir. Thank you, sir. Okay. Okay. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു റിയൽ അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്താ ഒരു സെറ്റ് വന്നിട്ടുണ്ട്, S is equal to set of all x belongs to R such that x greater than 1 and എന്താണ് 1 minus x raised to 4
ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ക്യൂബ് ഗ്രേറ്റർ ദാൻ 22. അതാണ് തന്നേക്കുന്നത്. എസിനെ തന്നേക്കുന്നത്. ഇപ്പോൾ എന്താ എസിനെ കുറിച്ച് എന്താണ് നമുക്ക് ഇവിടെ ബൈജക്ഷൻ പറ്റും. എസിന്റെ കാർഡിനാലിറ്റി ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എസിന്റെ കാർഡിനാലിറ്റിയെ കുറിച്ച് എന്ത് പറയാം എന്നിവിടുത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് എസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കാം. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? 1 മൈനസ് എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ക്യൂബ് അല്ലെ? ഇങ്ങനെ തന്നേക്കുന്നത്. എന്താണ് മേളിലും താഴെയും ഓരോ പോളിനോമിയൽസാ. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? രണ്ട് മേളിലും താഴെ ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ കിട്ടും? എക്സ് റേസ് ടു 4 -1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് -1 ആണല്ലോ. അത്ര ഉള്ള കണ്ടീഷൻ. സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു R സച്ച് ദാറ്റ് എന്താ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. പിന്നെ ഇതാണ് അടുത്ത കണ്ടീഷൻ. എന്താണ്? എക്സ് റേസ് ടു 4 -1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് -1 എന്താണ്? ഗ്രേറ്റർ ദാൻ 22 ആവണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്നും ആദ്യം നോക്കാം. ആ ഗ്രേറ്റർ ദാൻ 22 അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ ഓക്കെ, ഈ ഒരു നമ്മളിപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ നോക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മേളിൽ ഒരു പോളിനോമിയൽ, താഴെ ഒരു പോളിനോമിയൽ. അപ്പൊ ഈ പോളിനോമിയലെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ന്യൂമറേറ്ററിന്റെ പോളിനോമിയലാണ് ഡിഗ്രി കൂടുതലും. പിന്നെന്താണ്? ന്യൂമറേറ്ററിന്റെ പോളിനോമിയലിന്റെ ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ആ ടേം എക്സ് റേസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് 1 എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് ഞാൻ എന്തായും എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലെ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ മതി? ഇപ്പൊ എക്സ് റേസ് ടു 4 -1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് -1 ആണ്. ഞാൻ എക്സ് ക്യൂബ് വെച്ച് ഫുൾ ഡിവൈഡ് ചെയ്തു. എക്സ് ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? എക്സ് റേസ് ടു 4 എക്സ് ക്യൂബ് വെച്ച് മേളിലും താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? എക്സ് മൈനസ് 1 ബൈ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എന്നാ വരും? 1 മൈനസ് 1 ബൈ എക്സ് ക്യൂബ്. ഇങ്ങനെയാണല്ലോ കിട്ടാൻ പോകുന്നത് അല്ലേ? ഇനി ഞാൻ എന്നാ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്നാ പറ്റും? അപ്പൊ 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ടൈം അങ്ങോട്ട് പോകും, അതോ 0ലേക്ക് പോകും. അപ്പം പിന്നെ എന്താ വെച്ചാൽ ഇത് എന്നാന്ന് കിട്ടും? ഈക്വൽ ടു ഈ ടൈം എന്നാ പോകും? ഈ ടൈം എന്ന് പറഞ്ഞാൽ 0ലേക്ക് പോകും, ഈ ടൈമും 0ലേക്ക് പോകും. അപ്പൊ എക്സ് ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ ഇത് എന്നാ പറ്റാൻ പോകുന്നത്? ഈ ഒരു മൊത്തത്തിൽ എങ്ങോട്ട് പോകും? ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം എക്സ് ടെൻസ് ടു എങ്ങോട്ടാണ്? പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് നമ്മുടെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് ഇൻഫിനിറ്റിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുള്ളൂ, കൂടി പോകത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ജി ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് എന്താ പറ്റുന്നത്? അത് നമ്മളെ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും എക്സ് സ്ക്വയർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു എന്തും. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും എക്സ് റേസ് ടു 4 -1 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് -1 ഇങ്ങനെ ഒരു ഫോമിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ എന്താ? എക്സ് ഇങ്ങനെ വലുതാവുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പൊക്കോണ്ടിരിക്കും, എല്ലാ നമ്പറിലേക്കും മേളിലോട്ട് പൊക്കോണ്ടിരിക്കും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? there exists a k such that എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ കെ ഇംപ്ലൈസ് എന്താണ്? നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ ഒരു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 എന്ന് പറയാം അല്ലേ? കാരണം എന്താണ്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റിയുടെ ലിമിറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ 22നെ വെച്ച് നമുക്ക് എന്ത് പറയാം? there exists a k, a real number k such that if x greater than k, f of x greater than 22 ആയിരിക്കും അല്ലെ? അപ്പൊ ഏതോ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സിനും എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 എഫ് ഓഫ് എക്സ് 22ന്. അപ്പൊ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് എന്താ? ഞാന് ഒരു കെ കോമ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റില് കെ കോമ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു കെ കോമ ഇൻഫിനിറ്റി എന്ത് സംഭവിക്കും? കെ കോമ ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 ആവും അല്ലേ? കണ്ടോ? അപ്പൊ അതാണ്. അപ്പൊ എന്താണ്? ഏതോ ഒരു കെ ഉണ്ട്, ആ കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സിനും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 ആയിരിക്കും. അപ്പൊ ഈ സെറ്റ് എന്താ? ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണ്. ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് മാത്രമല്ല, എന്താണ്? നമ്മുടെ ആറിനോട് ഇക്വലന്റ്. ഇത് ഒരു ഇന്റർവെൽ അല്ലേ? അപ്പൊ എന്താണ്? ആറിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എസിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇനി ഓപ്ഷൻ നോക്കിയാൽ മതി. എസ് എം ഡി ആണോ? അല്ല. there is a bijection between s and n എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് കൗണ്ടബിൾ ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. എന്താ? കൗണ്ടബിൾ ഇൻഫിനിറ്റ് നാച്ചുറൽ നമ്പർ ആയിട്ട് ഇക്വലന്റ് ആണോ? അല്ല. there is a bijection between s and r. അപ്പൊ എന്താണ്? റിയൽ ലൈനുമായിട്ട് ബൈജക്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ? എല്ലാ ഓപ്പൺ ഇന്റർവെല്ലും ആറിനോട് സെയിം കാർഡിനാലിറ്റി. പിന്നെ ലാസ്റ്റ് there is a bijection between s and
എ നോൺ എം ഡി ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എസിന്റെ കാർഡിനാലിറ്റി ഫൈനൈറ്റ് ആണോ എന്ന ചോദ്യം അല്ല, അതുമല്ല. അപ്പം ഇതിനകത്ത് എന്താണ് ആകെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ അതിനകത്ത് ഫംഗ്ഷൻ തന്നിരുന്നത് അത് ഫംഗ്ഷൻ അല്ലല്ലോ, ആക്ച്വലി എക്സിന്റെ കളക്ഷൻ അല്ലേ എടുക്കണ്ടേ. അങ്ങനെ ഒരു റിയൽ നമ്പർ ഉണ്ട്. ഇപ്പൊ എക്സ് ആ സംഖ്യ ഒന്നിനെക്കാട്ടും വലുതുമായിരിക്കണം. ഇതിന്റെ പവർ വരുന്ന 1 - x⁴ 1 - x³ 22-നെക്കാട്ടും വലുതായിരിക്കണം. അങ്ങനെ വരുന്ന എക്സുകളുടെ കളക്ഷൻ ചോദിച്ചിരുന്നത്, അല്ലാതെ അത് ഫംഗ്ഷൻ അല്ലല്ലോ ഡിഫൈൻ ചെയ്ത്. മാത്രമല്ല ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1 - x⁴ അല്ലെങ്കിൽ സാറി പറയുന്ന 1 - x⁴ 1 - x³ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 22 ആണല്ലോ സാർ. പിന്നെ അതിനെ എങ്ങനെ x⁴ - 1 / x³ - 1 എന്ന് എഴുതിയത്? അത് പോസിറ്റീവ് തന്നെയാണ്, വാല്യൂ കിട്ടുന്ന പോസിറ്റീവ് ആണ്. ഇപ്പൊ എക്സിനേക്കാൾ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് 2 നെഗറ്റീവ് ആയിട്ട് ഒരു താഴെ, അതായത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഈ രീതിയിൽ എങ്ങനെ ഫംഗ്ഷൻ സാർ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്? അതെ, അല്ല നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു രീതി മാത്രമായിരിക്കില്ല ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ, ഞാൻ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എന്താ നിൽക്കുന്നത്, എസ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ആ എസിന്റെ അകത്ത് എന്ന് പറയുന്ന സെറ്റിന്റെ അത് റിയൽ നമ്പർ വരാൻ 2 കണ്ടീഷൻ. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 1 - x⁴ ഡിവൈഡഡ് ബൈ 1 - x³ ഗ്രേറ്റർ ദാൻ 22 ആവണം. അങ്ങനെയുള്ള എക്സ് കാർഡിനാലിറ്റിയെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, ഞാനപ്പം ആ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. f(x) എന്താ ഇപ്പൊ ആ തന്നിരിക്കുന്ന സാധനം തന്നെ 1 - x⁴ ബൈ 1 - x³. അതിന് ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്നാ ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ x⁴ - 1 രണ്ട് പോളിനോമിയൽ ആയിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ഇതാക്കുന്നേ ഉള്ളൂ. x⁴ പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലല്ലോ. അത് ഗ്രേറ്റർ ദാൻ 22 എന്ന് എങ്ങനെ പറയാൻ പറ്റും സാർ? കാരണം ഈ രണ്ടും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു റിയൽ നമ്പറല്ലേ എടുക്കാൻ പറ്റൂ. അതെ, അത് രണ്ടും സാറ്റിസ്ഫൈ ഉണ്ട്. അന്നേരം ഇത് എങ്ങനെ ഇത് ഈ പറയുന്ന x⁴ - 1 / x³ - 1 22-നെക്കാട്ടും വലുതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയല്ല. നോക്കൂ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എടുക്കാം. f(x) = 1 - x⁴ ബൈ 1 - x³. ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അവിടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഈ 1 - x⁴ ബൈ 1 - x³ 22-നെക്കാളും ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് 22-നെക്കാളും വലുതാവുന്ന എക്സുകളിൽ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, എന്റെ ക്വസ്റ്റ്യൻ അതല്ല സാർ. അതായത് ഇപ്പൊ ഈ സെറ്റിൽ നിന്നും നമ്മൾ ഈ പറയുന്ന സെറ്റിൽ നിന്നും അല്ലെങ്കിൽ റിയൽ നമ്പറിലേക്ക് ഉള്ള കണക്ഷൻ അല്ലേ നമ്മൾ കാണിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് മാത്രമാണ്. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ സെറ്റുകളാണ്. അന്നേരം ഈ സെറ്റിൽ നിന്നും എന്നിലേക്കല്ലേ നമ്മൾ ബൈജക്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. സാർ ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുത്തതിന് ശേഷമല്ലേ അതിന്റെ കൗണ്ടബിലിറ്റി അതിനെന്താണ് ചെക്ക് ചെയ്യാനുള്ള ഒരു, കാരണം അല്ലെങ്കിൽ അതിന്റെ ഡൊമൈൻ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ റേഞ്ച് എങ്ങനെ വരും, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ ഒരു അടുത്തൊരു സെറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതെ, അത് ഞാൻ പറയട്ടെ. എന്ന് പറഞ്ഞാല് നമ്മളോട് ഇപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്, എസും ആറും തമ്മിൽ ഒരു ബൈജക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എസിൽ നിന്നും ആറിലേക്കുള്ള ബൈജക്ഷൻ ഫംഗ്ഷൻ ഏതാന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക എന്നല്ല നമുക്ക് ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കറക്റ്റ് ഇപ്പൊ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗത്തെ നമ്മൾ കണ്ടുപിടിക്കുക. എസിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരുന്നാൽ അതിന് വേണ്ടി 1/2 മണിക്കൂർ പോകേണ്ടി വരും. നമുക്ക് ഈ പവറിനെ മാറ്റി എഴുതി അങ്ങനെ ഒരു മെത്തേഡ് പറ്റത്തില്ല. ഇപ്പൊ 1⁴ - x⁴ ബൈ 1³ - x³ അങ്ങനെ ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ സെയിം ഇത് തന്നെയല്ലേ ഒബ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അതെ, അതിന്റെ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ എന്താ പറഞ്ഞേ, ഈ ഒരു ഇത് എത്ര എക്സിന് ഈ ഒരു കാര്യം f(x) ഞാനിപ്പോ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 1 ∞ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് f(x). അതിന്റെ അകത്ത് ഏതൊക്കെ എക്സിന് ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 22 ആവുന്നതാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? അതെ. ഞാൻ എഫ് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 ∞ എന്ന് പറയുന്ന ഇന്റർവെല്ലില്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ എക്സുകൾക്ക് എത്ര എക്സുകൾക്ക് എന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ മതി, കാർഡിനാലിറ്റി കണ്ടുപിടിച്ചാൽ മതി. എത്ര എക്സുകൾക്ക് ഈ 1 - x⁴ ഡിവൈഡഡ് ബൈ 1 - x³ ഗ്രേറ്റർ ദാൻ 22 ആവുന്നതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിക്കും. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു, ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 1 - x⁴. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നോക്കി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇതെന്ന് പറയുന്ന ഇൻഫിനിറ്റി തന്നെ അതെനിക്ക് കിട്ടി.
അല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റിന്റെ അർത്ഥം വെച്ച് എന്താണ്, ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ഈ ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റി എത്ര വലുത് വേണമെങ്കിലും ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞുള്ള എല്ലാ നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ എക്സ് ഇത് ഈ ഫംഗ്ഷന് 100ന് മേളായിരിക്കും. അതിനേക്കാളും വലിയൊരു സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ 1000ന് മേളായിരിക്കും. അങ്ങനെ എന്തോരം വേണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയോ ചെയ്യുന്നത്, ഇൻഫിനിറ്റിക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ വെച്ച് there exists a k such that എന്താണ് എഫ് ഓഫ് എക്സ്, നമ്മുടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ നമ്മുടെ എപ്സിലോണിന്റെ അവിടെ എന്താണ് 22 എടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് എനിക്ക് പറയാം. അതാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി, അപ്പൊ ഞാന് നമ്മുടെ കെ കോമ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവെലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായിക്കോളും, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22 ആയിക്കോളും എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് മനസ്സിലായി. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി, കെ കോമ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഏതോ ഒരു ഇന്റർവെൽ ഉണ്ട്, അതാണ് എന്റെ എസ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, എസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട സെറ്റ് എന്ന് പറയുന്നത് കെ കോമ ഇൻഫിനിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. ഏതോ ഒരു കെക്ക് മനസ്സിലായി സാർ. ഞാൻ ചെയ്തതേ ഈ എക്സ് റൈസ് ടു 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം എനിക്ക് പെട്ടെന്ന് ഒപ്റ്റൈൻ ചെയ്യും 1/(x⁴ - 1/, അന്നേരം ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഈ രീതിയിലേക്ക് വരും. അന്നേരം അത് കറസ്പോണ്ടിംഗ്ലി 1/0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ, എസ് ഈക്വൽ ടു കെ കോമ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത് കാര്യം. എസ് ഈക്വൽ ടു കെ കോമ ഇൻഫിനിറ്റി ഏതോ ഒരു ഇന്റർവെൽ, ഏതോ ഒരു കേക്ക് എസ് ഈക്വൽ ടു കെ കോമ ഇൻഫിനിറ്റി എന്നായി. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിലുള്ള രീതി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക, അതേ ഉള്ളൂ. നമുക്ക് എന്താണ് ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് തോന്നുന്നത് അതിൽ കൂടെ പോവുക, അത്രേ ഉള്ളൂ. പല രീതി അത്രേ ഉള്ളൂ. അപ്പം കിട്ടി എന്ത്, കെ കോമ ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഈ ഒരു സെറ്റ്. മനസ്സിലായി സർ, താങ്ക് യു സർ. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, എന്നാൽ അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ എന്താ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലെറ്റ് എസ് ബി എ ഡെൻസ് സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ എ ഫംഗ്ഷൻ. അപ്പം എസ് എന്ന് പറയുന്ന എന്താണ്, നമ്മുടെ ആറിന്റെ ഒരു ഡെൻസ് സബ്സെറ്റ് ആണ്. പിന്നെ എഫ് എന്ന് പറയുന്ന ആറിൽ നിന്ന് ആറ് റിയൽ ലൈനിൽ നിന്ന് റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതൊരു ഫംഗ്ഷൻ. ജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജി ഈ എസ്സിലാണ്. അപ്പം എസ് എന്ന് പറയുന്നത് എസ് സബ്സെറ്റ് ആറാണ്. ഈ ജി എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജി എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം, ജി എന്ന് പറയുന്നത് ജി ഈസ് ഈക്വൽ ടു എഫിന്റെ എസ്സിലേക്കുള്ള റെസ്ട്രിക്ഷൻ, എഫ് റെസ്ട്രിക്റ്റഡ് ടു എസ് ആണ് ആര്, ജി. അതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ജി എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് ആറിലേക്കാണ്, എസ് എന്ന് പറയുന്ന ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. എഫ് ആറിൽ മൊത്തം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ ജി ഈസ് ഈക്വൽ ടു എഫ് റെസ്ട്രിക്റ്റഡ് ടു എസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് നോക്കി, ഒന്നാമത്തെ ഏതാണ് ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത്, ഏത് ഓപ്ഷനാണ് ട്രൂ എന്ന്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ സെറ്റ് എസ് ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എഫ് എസ്സിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഫുൾ എന്താണ് ബാക്കി ആർ മൈനസ് എസ്സിലും കൂടെ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇതിന് ശരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ മൊത്തം പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ അറിയാം. ഏതാണ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മുടെ എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, നമ്മൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ വളരെ സുപരിചിതമായിട്ട് ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/q ഇഫ് എക്സ് ഈക്വൽ ടു p/q ആൻഡ് ഒരു 1 അതർവൈസ്. ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു p/q ഫോമില് വേറെ എന്താണ് എക്സ് നോട്ട് ഈക്വൽ ടു 0 കൂടെ കൊടുക്കുക. എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈ ഒരു ഫംഗ്ഷനെ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതാണ് ഫംഗ്ഷൻ, റാഷണൽ നമ്പേഴ്സിൽ മുഴുവനും കണ്ടിന്യൂസ് അല്ലാതിരിക്കുകയും ഇറാഷണൽ നമ്പേഴ്സിൽ മാത്രം കണ്ടിന്യൂസ് ആവുന്ന ഫംഗ്ഷനാണ് ഇത്. എന്താണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത, ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് പോലെ നമുക്ക് തോന്നും. എന്താണ് ഈ ഫംഗ്ഷൻ പ്രത്യേകത, ഇതെന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, റാഷണൽ നമ്പേഴ്സ് മുഴുവൻ ഡിസ്കണ്ടിന്യൂസും ഇറാഷണൽ നമ്പേഴ്സ് മുഴുവൻ കണ്ടിന്യൂസും ആണ്. അപ്പം ഇതിന്റെ കണ്ടിന്യൂസ് കളക്ഷൻ ഓഫ് കണ്ടിന്യൂസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറാഷണൽ നമ്പേഴ്സിലാണ് കണ്ടിന്യൂസ്. അപ്പം കണ്ടിന്യൂസ് അല്ലാത്ത എവിടെയാണ്, റാഷണൽ നമ്പേഴ്സ് ക്യൂവിൽ. അതാണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ ക്വസ്റ്റ്യൻ അപ്പം നോക്കാം. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ എന്തെടുക്കാം, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ സെറ്റ് എസ്. അപ്പൊ എസ് നമുക്ക് എന്തെടുക്കും, എസ് ഏതെങ്കിലും ഒരു ഡെൻസ് സബ്സെറ്റ് ആവണമെന്നേ ഉള്ളൂ കണ്ടീഷൻ. അപ്പൊ ഞാൻ ഇവിടെ എന്തെടുക്കും, ആദ്യമേ എസ് ഈക്വൽ ടു ഇറാഷണൽ നമ്പേഴ്സ് എടുക്കും. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എസ് ആണല്ലോ. എസ് എന്ന് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷന് എവിടെയാണ്, എന്താണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷെ എന്താണോ
കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ് ആണോ? അല്ല. റാഷണൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ, അങ്ങനത്തെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ എന്താണ്? ഇഫ് ജി ഈസ് കണ്ടിന്യൂസ് ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ സെറ്റ്. ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എവിടെ കണ്ടിന്യൂസ് ആണ്? എഫ് എസ് കണ്ടിന്യൂസ് ആണെന്ന്. അത് ശരിയാ. കാരണം എന്താ? ഈ ജിയും എഫും എസ് എന്ന് പറയുന്ന സെറ്റ് സെയിം ആളാ അല്ലേ? ജി ഈക്വൽ ടു എഫ് ഓൺ എസ് ആ. അപ്പം ജി എസ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫും എസ് കണ്ടിന്യൂസ് ആ. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ജി ഈക്വൽ ടു എഫ് ഓൺ എസ് ആ. അപ്പം രണ്ടുപേരും ഒരുമിച്ച് കണ്ടിന്യൂസ് ആവുകയും ഡിസ്കണ്ടിന്യൂസ് ആവാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ശരിയാ. ഓക്കെ. ഇനി ഓപ്ഷൻ സി. ഓപ്ഷൻ സിനെ കുറിച്ച് എന്താ പറയാം? ഇഫ് ജി ഈസ് ഐഡന്റിക്കലി സീറോ, ഇഫ് ജി ഈസ് ഐഡന്റിക്കലി സീറോ ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ്, ദെൻ എഫ് ഈസ് ഐഡന്റിക്കലി സീറോ. എഫ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ് ആണ് നമ്മുടെ, പിന്നെന്താണ്? ജി ഐഡന്റിക്കലി സീറോയും ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഐഡന്റിക്കലി സീറോ ആവണം നിർബന്ധമുണ്ടോ? ഓക്കെ, അതിന് നമുക്ക് എഫ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ്, എഫ് ഐഡന്റിക്കലി സീറോ ആവണമെന്നുണ്ടോ? ഇല്ല. ജി ഈസ് ഐഡന്റിക്കലി സീറോ. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഇവിടെ ക്യൂ ഈസ് ഈക്വൽ ടു എസ് എന്ന് കൊടുക്കുക. ക്യൂ ഈസ് ഈക്വൽ ടു എസ് എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ എവിടെയാണ്? ആർ മൈനസ് എസിൽ കണ്ടിന്യൂസ് ആണ്. എവിടെ? ഇറാഷണൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആണ്. എന്നിട്ട് എന്ത് കൊടുക്കുക? ജി ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ജി ഐഡന്റിക്കലി, ഈ എഫ് എവിടെയാണ്? എഫ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാ? എഫ് എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സിൽ സീറോ ആണ്. എവിടെയാണ്? എന്നിട്ട് ഇറാഷണൽ നമ്പേഴ്സിൽ എന്തുവാണ്? ആർ മൈനസ് എസിൽ എന്താണ്? എഫ് കണ്ടിന്യൂസും ആണ്. പക്ഷെ എന്താ? എഫ് ഐഡന്റിക്കലി സീറോ അല്ല അല്ലേ? റാഷണൽ നമ്പേഴ്സിൽ എന്താ? നോൺ സീറോ വാല്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ? ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താ? അതും തെറ്റായിക്കോളും. ഇനി ലാസ്റ്റ് വൺ, ജി ഐഡന്റിക്കലി സീറോ ആൻഡ് എഫ് കണ്ടിന്യൂസ് ഓൺ എസ്, ദെൻ എഫ് ഈസ് ഐഡന്റിക്കലി സീറോ. എഫ് കണ്ടിന്യൂസ് ഓൺ എസ് ആണ്, ജി ഐഡന്റിക്കലി സീറോയും ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഐഡന്റിക്കലി സീറോ ആയിരിക്കുമെന്ന്. അതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ എസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 1 എടുത്തു. ആർ മൈനസ് സെറ്റ് 1. ഓക്കെ, ഇനി ഞാൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എസ് ആണല്ലോ അല്ലേ? ഒരു മിനിറ്റ്. is continuous on S, is identically equal to 0. Okay, ഒരു മിനിറ്റ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 for x belongs to r minus 2 and f of x equal to okay. അല്ല, അതിന് നല്ലത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എഫ് ഓഫ് എക്സിൽ ഈ മുമ്പേ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ എടുക്കാം. അതാണ് എൻ്റെ ബെറ്റർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/q എഫ് എക്സ് ഈക്വൽ ടു, അപ്പം എന്താ ഇവിടെ നേരെ തിരിച്ചെടുത്താൽ മതി. നമുക്ക് എസ് ഈക്വൽ ടു ആർ മൈനസ് ക്യൂ എടുക്കാം. എസ് ഈക്വൽ ടു ആർ മൈനസ് ക്യൂ. എന്നിട്ട് അപ്പം എന്താ ചെയ്യുക? എസ് ഈക്വൽ ടു ആർ മൈനസ് ക്യൂ ആണ്. അപ്പോൾ ജി ഐഡന്റിക്കൽ ഈക്വൽ ടു 0 ആയാ അല്ലേ? കാരണം എന്താ ഇവിടെ എന്താ ഇറാഷണൽ നമ്പേഴ്സ് മുഴുവൻ ഫംഗ്ഷൻ എന്താ വന്നേക്കുന്നത്? 0 ആയി വന്നേക്കുന്നത്. എവിടെയാണ്? എഫ് ആണെങ്കിൽ എന്നാ ആർ മൈനസ് ക്യൂവിൽ കണ്ടിന്യൂസ് ആ നമ്മുടെ ഈ ഫംഗ്ഷൻ. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ എടുത്താൽ മതിയായിരുന്നു.
എഫ് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ക്യൂവിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്താ എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അല്ല. അതാണ് ഫംഗ്ഷന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഇറാഷണൽ നമ്പേഴ്സിൽ മുഴുവനും കണ്ടിന്യൂസും ആണ്, ഇറാഷണൽ നമ്പേഴ്സ് മുഴുവൻ 0 ആണ്. അപ്പോൾ ജി ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്നും കിട്ടിക്കോളും. പിന്നെന്താ എഫ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഓൺ ആറും ആണ്, പക്ഷെ എന്താ എഫ് എന്ന് പറയുന്നത് 1/q എന്ന് പറയുന്ന ടേംസ് റാഷണൽ നമ്പേഴ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ആ ഫംഗ്ഷൻ ഐഡന്റിക്കലി ഈക്വൽ ടു 0 അല്ല. അപ്പോൾ ആ ഓപ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ തന്നെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞ് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് മുഴുവൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു റിയൽ അനാലിസിസിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല, പക്ഷേ ഇറാഷണൽ നമ്പേഴ്സിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെന്നും പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഇത്. ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ പഠിച്ചു വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ഓപ്ഷൻസും നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഹലോ സാർ, ഒന്ന് കൂടെ ഒന്ന് പറയോ? ഏതാ വേണ്ടേ? ഓപ്ഷൻ സി. ഓപ്ഷൻ സിയുടെ ആണോ? ഓക്കെ. F is continuous on R minus S. Okay. ഓക്കെ, അതിന് വേണ്ടി ഒരു ഇച്ചിരി നല്ലൊരു എക്സാമ്പിൾ തരാം, അതാണ് എളുപ്പം ഉണ്ടാവും. ഞാൻ എസ് ഈക്വൽ ടു ആർ എസ് ഈക്വൽ ടു നമ്മുടെ റിയൽ ലൈൻ ആർ മൈനസ് സെറ്റ് 2 എടുത്തു. എന്നിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അപ്പം ആർ മൈനസ് എസ് എന്താണ്? സെറ്റ് 2ഉം കിട്ടി. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, പിന്നെന്താണ് 1 otherwise. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി എന്താ ചോദിച്ചേക്കുന്നത്? ജി ഐഡന്റിക്കലി ഈക്വൽ ടു 0, എഫ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ്. ആർ മൈനസ് എസ് കണ്ടിന്യൂസ് ആയാൽ മതി. അപ്പോൾ ആർ മൈനസ് എസ് എന്ന് പറയുന്നത് സെറ്റ് 2 ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് ആർ മൈനസ് 2 ആണ് അല്ലേ? അപ്പോൾ ആർ മൈനസ് 2വിൽ കണ്ടിന്യൂറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ജി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആർ മൈനസ് 2വിൽ മുഴുവനും എക്സ് നോട്ട് ഈക്വൽ ടു 2. ഓക്കെ, അപ്പം ജി ഞാൻ എന്ത് ചെയ്യും? 0 ഇഫ് എക്സ് ബിലോങ്സ് ടു എസ് എന്ന് വെച്ചാൽ എന്താ? അതായത് എൻ്റെ അർത്ഥം എന്താ? എക്സ് നോട്ട് ഈക്വൽ ടു 2വിൽ. എക്സ് നോട്ട് ഈക്വൽ ടു 2വിൽ ഞാൻ എന്ത് കൊടുത്തു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. പിന്നെന്താണ്? 1 അതർവൈസ് എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ എൻ്റെ ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ഇങ്ങനെ കിട്ടും. എക്സ് നോട്ട് ഈക്വൽ ടു 2വിൽ 0യും ബാക്കിയല്ല. എന്ന് വെച്ചാൽ ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ ലൈൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ പിന്നെന്താണ്? 2 കൊടുക്കുമ്പോൾ എന്ത് വേണം? എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 1ഉം. എക്സ് ഈക്വൽ ടു 2വിൽ 1 എന്ന് പറയുന്ന പോയിന്റും. എക്സ് നോട്ട് ഈക്വൽ ടു 2വിൽ 0 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലൂടെ തന്നെ പോകണമല്ലോ. എങ്ങനെ ഈ ലൈനിൽ കൂടെ എക്സ് നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ ഇവിടം വരെ വന്ന് ഇങ്ങനെ ലൈൻ പോവും. എക്സ് ഈക്വൽ 2 ആകുമ്പോൾ എന്ത് വരും? 1ഉം വരും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനെ കുറിച്ച് നോക്കിക്കേ. ഈ ഫംഗ്ഷന് അപ്പോൾ ഓപ്ഷൻ സി എന്താ? ജി ഐഡന്റിക്കലി ഈക്വൽ ടു 0 എവിടെ ആവണം? ജി എന്ന് പറയുന്നത് എവിടെയാണ്? എസ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന് അല്ലേ? അപ്പോൾ എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് നമ്മുടെ ആർ മൈനസ് 2. ആർ മൈനസ് 2വിൽ മുഴുവനും നോക്കിക്കേ. ആർ മൈനസ് 2വിൽ മുഴുവനും ജി എന്താണ്? 0 അത് ഓക്കെയാണ്. പിന്നെന്താണ്? എഫ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ്. എഫ് എന്ന് പറയുന്നത് ആർ മൈനസ് എന്ന് വെച്ചാൽ സിംഗിൾട്ടൺ 2വിൽ കണ്ടിന്യൂസ് ആയാൽ മതി. അതെന്താ? ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആയിക്കോളും. സിംഗിൾട്ടൺ എലമെന്റ് അല്ലേ? അപ്പൊ സിംഗിൾട്ടൺ സെറ്റിൽ എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ് ഇല്ലാത്ത സെറ്റ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ നമ്പേഴ്സിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിൽ ഏതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലും അതെന്താ? കണ്ടിന്യൂസ് ആയിക്കോളും. അതുപോലെ നമ്മൾ ലിമിറ്റ് പോയിന്റ് സ്ഥലത്ത് ഏതൊരു ഫൈനൈറ്റ് സെറ്റ് എടുത്താലും ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ ഒരു സെറ്റ് എസ് ഫൈനൈറ്റ് ആണെങ്കിൽ എസിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും എന്താവും? അത് കണ്ടിന്യൂസ് ആവും, ഓട്ടോമാറ്റിക് കണ്ടിന്യൂസ് ആവും. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫംഗ്ഷന് എവിടെയാണ്? അത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ മൈനസ് എസ് അല്ലേ? ആർ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 2 ആണ്. സിംഗിൾട്ടൺ 2വിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എഫ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഫംഗ്ഷന് ഈക്വൽ ടു 0 ആയിരിക്കണം. അത് സംഭവിച്ചു. ജി എന്ന് പറയുന്നത് എവിടെയാണ്? ജി എന്ന് പറയുന്നത് നമ്മുടെ എസ്സിൽ 0 അപ്പൊ ആർ മൈനസ് 2വിൽ മുഴുവൻ ജി 0 ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ആർ മൈനസ്
എസ്, അതായത് സിംഗിൾട്ടൺ ട്യൂബിൽ അവിടെ കണ്ടിന്യൂസ് ആവണം. അത് എല്ലാ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലും അവിടെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷൻ നോക്കിക്കേ. എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആകുമ്പോൾ 0യും എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 1ഉം അല്ലേ? അത് ആ 2 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഓൺ ദ സെറ്റ് ആർ മൈനസ് എസ് അല്ലേ? 2 കണ്ടിന്യൂസ് ആണോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അതിനകത്ത് രണ്ട് വാല്യൂസ് അല്ലേ, ഡിസ്റ്റിങ് വാല്യൂസ് അല്ലേ? ഇപ്പൊ ലെഫ്റ്റ് ആയാലും റൈറ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ഒബ്റ്റൈൻ ചെയ്യുന്നു, ആ 2 എന്ന് പറയുന്ന പോയിന്റ് ഇത് 1 അല്ലേ ഒബ്റ്റൈൻ ചെയ്യുന്നത്? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ? അല്ല, നമ്മുടെ ഇവിടെ പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് അല്ലേ? 2 എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ്, ബാക്കി എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കോ. എഫ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഓപ്ഷൻ സി എന്താ ചോദിക്കുന്നേ? ജി ഈസ് ഐഡന്റിക്കൽ ഈക്വൽ ടു 0. അത് ശരിയാണല്ലോ. ജി എന്താണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷന് എസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണോ അതാണ് ജി അല്ലേ? അല്ലെ, നോക്കിക്കേ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? സാർ ഇപ്പൊ എടുത്ത എസ് എന്ന് പറയുന്നത് r-2 ആണ്. r-2 എടുക്കുമ്പോൾ സിംഗിൾട്ടൺ സെറ്റ് 2 ആണ് കിട്ടുന്നത് നമുക്ക്. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാർ 0 ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് വാല്യൂ ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ പക്ഷെ ജി ചോദിച്ചിരിക്കുന്ന സി ചോദിച്ചിരിക്കുന്നത് ജി ഐഡന്റിക്കലി 0 ആണ്, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം ആ സെറ്റിൽ എന്നാണ് പറഞ്ഞത്. r-s കണ്ടിന്യൂസ് എവിടെയാണോ r-s, അതായത് സിംഗിൾട്ടൺ സെറ്റ് 2 കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു 1 ആണോ സാർ? എക്സ് നോട്ട് ഈക്വൽ ടു 2 വരുമ്പോഴത്തേക്കിന് അതിന്റെ വാല്യൂ 0 അല്ലേ? അന്നേരം ഈ 2 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി നമ്മൾ കാണിക്കണ്ടേ സാർ? കേട്ടെ നോക്കിയേ, ഫംഗ്ഷൻ എവിടെ കണ്ടിന്യൂസ് ആവണമെന്നാ പറഞ്ഞേക്കുന്നേ? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവിടെ? r-s എന്ന് പറഞ്ഞ സെറ്റ് കണ്ടിന്യൂസ് ആയാൽ മതി. അതെ. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് r-s ആറിൽ കണ്ടിന്യൂസ് ആയാൽ മതി എന്നാ പറഞ്ഞേക്കുന്നേ. അല്ലാതെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ പറയുന്ന പോയിന്റ്സിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ r-s നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആവണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ r-s നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആവണമെന്നാ പറഞ്ഞേക്കുന്നത്. r-2s to r എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? r-s എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 2 അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിംഗിൾട്ടൺ 2വിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോ ഈ എന്താണ് ഫംഗ്ഷന്റെ നമ്മൾ സബ്സ്പേസ് പറയല്ലേ, ടോപ്പോളജിക്കൽ സബ്സ്പേസ് പറയല്ലേ, y സബ്സെറ്റ് x ആണെങ്കിൽ ഒരു ഫംഗ്ഷന് ഫ്രം x ടു ഒരു z കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് y ടു z കണ്ടിന്യൂസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് r-s എന്ന് പറഞ്ഞ സെറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് r-sലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണോന്നല്ല. എന്ന് വെച്ചാൽ എന്താണ് കണ്ടിന്യൂസ് പോയിന്റുകൾ r-sലെ എഫ് മൊത്തത്തിൽ നോക്കുമ്പോൾ അല്ല. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം പോയിന്റ് കംപ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് അല്ലല്ലോ. അല്ല, മൊത്തത്തിലല്ല. ഫംഗ്ഷൻ നമ്മൾ r-r നോക്കുമ്പോൾ 2വിൽ കണ്ടിന്യൂസ് അല്ല, അത് ശരിയാ പറഞ്ഞത്. പക്ഷേ ഫംഗ്ഷനെ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മളോട് ചോദിച്ച ഓപ്ഷൻ സി എന്താ? എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ r-s കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കേ, ഇപ്പം ഞാൻ വേറൊരു ഫംഗ്ഷന് ഇപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് 0 വരെ മൈനസ് നെഗറ്റീവ് റിയൽ ലൈനിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, പോസിറ്റീവ് റിയൽ ലൈനിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. എനിക്കിപ്പോ മനസ്സിലായി സാർ. സാർ ഇപ്പൊ ഒരു പോയിന്റ് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. അത് r-sൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ r-s എന്നാ പറഞ്ഞേക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻ ബി മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് ആ സിക്കകത്ത് സി എന്ന് പറയുന്ന ഓപ്ഷന് ഇച്ചിരൂടെ എളുപ്പമുള്ള, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എടുക്കുന്നത് ഇച്ചിരൂടെ ബെറ്റർ, അതാണ് എളുപ്പം. ഓക്കെ, അടുത്തത് ഒരു എന്താണ് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് കണ്ടാൽ അതിൻ്റെ അകത്ത് കോണ്ടൂർ ഗാമ തന്നേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം നമുക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് വരച്ച് മനസ്സിലായാലേ ആദ്യം തന്നെ ഈ കോണ്ടൂർ ഒന്ന് വരയ്ക്കുന്നതല്ല, അതാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഗാമ ഡിഫൈൻ ചെയ്യുന്നത്? e⁻²θ ഫോർ തീറ്റ. അപ്പൊ തീറ്റ എവിടെ നിന്ന് എങ്ങോട്ടാ നോക്കിക്കേ, 3 തിരിച്ചിട്ടുണ്ട്. ആദ്യമേ തീറ്റ 0ക്കും π/2 ഇടയ്ക്ക്, രണ്ടാമത് π/2നും 3π/2 ഇടയ്ക്ക്, മൂന്നാമത് 3π/2നും 2π ഇടയ്ക്ക്. ഇങ്ങനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ 0ക്കും ഒന്നാമത്തെ നോക്കാം. 0ക്കും π/2നും എന്ന് വെച്ചാൽ 0നും 90 ഡിഗ്രിക്ക് ഇടയ്ക്കാണ് തീറ്റ എങ്കിൽ e⁻²θ എന്ത് പറ്റും? e⁻²θ നമുക്കറിയാം അല്ലെ? e⁻²θ എന്ന് പറയുമ്പോൾ എന്താ? e⁻²θ ഇവിടെ ഒരു ഐയുടെ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ വന്ന e⁻i2θയും
ഇവിടെ e⁻²θ ആയോ, അല്ലെങ്കിൽ അത് റിയൽ നമ്പർ അല്ലേ കിട്ടുന്നത്, അത് കോണ്ടൂർ ആവത്തില്ല. ആ ക്വസ്റ്റിൻ്റെ അകത്തൊരു ഇത് വന്ന e⁻²θ ആയും അടുത്ത അത് താഴെ രണ്ടാമത്തെ ശരിയാ 1+2e⁻θ, മൂന്നാമത്തെ e⁻²θ. ഓക്കെ, അപ്പം തീറ്റ 0ക്കും 90 ഡിഗ്രിക്കും വേരി ചെയ്യുമ്പോൾ എന്ത് വരും? തീറ്റയ്ക്ക് 0 ആകുമ്പോൾ എന്നാ കിട്ടും? e⁻0 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്താ π/2 ആകുമ്പോഴത്തേനും എന്ത് വരും? π വരെ പോവും അല്ലേ? അപ്പൊ എന്താ പറയുന്നേ? ഇപ്പൊ നമുക്ക് എന്താ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ വരയ്ക്കുമ്പോൾ തീറ്റയ്ക്ക് 0 ആകുമ്പോഴത്തേനും ഇവിടെ 1l സ്റ്റാർട്ട് ചെയ്യും. 1 സ്റ്റാർട്ട് ചെയ്ത് തീറ്റയ്ക്ക് π/2 ആകുമ്പോൾ എവിടെ ചെല്ലും? തീറ്റയ്ക്ക് π/2 കൊടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? e⁻i⁻ എന്നാ കിട്ടാൻ പോകുന്നത്. e⁻i⁻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ എവിടെ വരും? -1ൽ വരും അല്ലേ? e⁻i⁻ എന്ന് വെച്ചാൽ i⁻ -1ൽ ചെല്ലും. അടുത്തത് എന്താ നടക്കുന്നത്? അടുത്തെന്ന് പറഞ്ഞാൽ 1+2e⁻i⁻θ എവിടെ π/2 തൊട്ട് 3π/2 വരെ എന്താ സംഭവിക്കുന്നത്? 1+2e⁻i⁻θ. അപ്പം ഇതിൻ്റെ അകത്ത് വീണ്ടും ഈ ഒരു ഇതിൻ്റെ അകത്ത് 1+2e⁻i⁻θക്കകത്ത് തീറ്റ π/2 കൊടുക്കുമ്പോൾ എന്താ -1 തന്നെ കിട്ടും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് 1+2e⁻i⁻θ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 2e⁻i⁻θ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്ററിൽ എന്താ നമ്മുടെ ഒറിജിൻ സെന്റർ ആയിട്ടുള്ള 2 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആയിരുന്നു. അതിന്റെ ഒരു പാരാമെട്രിക് ഫോം ആയിരുന്നു. അതായത് 1+2e⁻i⁻θ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും, ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം π/2 തൊട്ട് 3π/2 വരെ നമ്മൾ തീറ്റ കൊടുക്കണം. π/2 തൊട്ട് 3π/2 വരെ. അപ്പൊ എന്ത് സംഭവിക്കും? വേറൊരു കളറിൽ വരയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പടം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി തിരിച്ച് ഇവിടെ എത്തും. ഇത് ഏതായിരിക്കും പോയിന്റ്? ഇതെന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം എന്താ? 1+2e⁻i⁻θ. അപ്പം 2e⁻i⁻θ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2e⁻i⁻θ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ സെന്റർഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് 2 ആണ് അത് അല്ലേ? ഇതൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും? ഇതാണ് 2e⁻i⁻θ. ഓക്കെ, 2e⁻i⁻θ പ്ലസ് 1 2 3 അപ്പൊ 3 വരെ എത്തണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് പോയിന്റ് 3 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതേതാ? ഇതാണ് 2e⁻i⁻θ. അപ്പൊ 1+2e⁻i⁻θ എന്ത് വരും? 1+1 റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? 1+2 ഈ ഒരു സർക്കിളിനെ നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എന്ത് വരും? ഇത് ഇവിടെ -1 തൊട്ട് എവിടെ ചെല്ലും? 3 വരെ ചെല്ലും. ഈ ഒരു ഫോമിൽ -1 ഇവിടെ 3. ഇതാണ് എന്ത്? ഇതാണ് 1+2e⁻i⁻θ. അപ്പൊ ഈ ഒരു പോർഷൻ ആണ്. ഇപ്പൊ ഏത് പോർഷൻ വരും? തീറ്റ 90 π/2 തൊട്ട് 3π/2 വരെ കൊടുക്കുമ്പോൾ. അപ്പം തീറ്റ എന്ന് പറയുന്നത് π/2 കൊടുക്കുക, 3π/2 കൊടുക്കുക. ഓക്കെ, അപ്പം 90 തൊട്ട് 270 ഡിഗ്രി വരെ ഉള്ളതാണ്. അപ്പൊ എന്ത് വരുന്നത്? ഇതാണെങ്കിൽ -1 തുടങ്ങി എന്ത് ചെയ്യും? 3 കൂടെ ചെന്ന് തിരിച്ച് എവിടെ വരും? തിരിച്ചാണെങ്കിൽ നമ്മുടെ വീണ്ടും -1 വന്ന് നിൽക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? രണ്ടാമത്തെ കോണ്ടൂറിന്റെ ഒരു പോർഷൻ. ഇനി മൂന്നാമത്തെയോ? e⁻i⁻2θ തന്നെ എവിടുന്ന് 3π/2 തൊട്ട് 2π വരെ. അപ്പൊ 3π/2 തൊട്ട് 2π വരെ കൊടുക്കുമ്പോൾ എന്നാ പറ്റും? 3π/2 2π കൊടുക്കുമ്പോൾ വീണ്ടും 3π/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ കിട്ടുന്നേ? e⁻i⁻3π e⁻i⁻3π എന്ന് പറഞ്ഞാൽ എന്താ? e⁻i⁻3π എന്ന് പറഞ്ഞാൽ -1 തന്നെ. അപ്പൊ ബാക്കി ആ സർക്കിൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. സർക്കിള് കംപ്ലീറ്റ് ആവും. പിന്നെ മിച്ചം വരാൻ പോകുന്നത് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു 2 കിടപ്പുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ആണ്. 1ലും 3 കൂടെയാണ് നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ രണ്ട് കോണ്ടൂർ പാസ് ചെയ്യുന്നത്. 1 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പടം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ ചോദിച്ചിരിക്കുന്ന ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ dz by z into z - 2. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് നേരെ എന്താ ഉപയോഗിക്കാനുള്ളത്? റെസിഡ്യൂ തിയറം ആണ് ഉപയോഗിച്ചേക്കുന്നത്. റെസിഡ്യൂ തിയറം എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിഡ്യൂ തിയറം പറയുന്നത് വെച്ചാൽ
1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ ജനറലൈസ്ഡ് റെസിഡ്യൂത്തിൽ തന്നെ എടുക്കണം. സമ്മേഷൻ എൻ ഗാമ എൻ ഗാമ എ എന്താണ്? റെസിഡ്യൂ ഓഫ് ഇതാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് എ. ഇതാണ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ അല്ലെങ്കിൽ നമ്മൾ ആ 1/2π നമ്മൾ അപ്പുറത്ത് ഇടയ്ക്കോടെ 2π ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. രണ്ട് ഫോമും ഉണ്ട്. എന്താണ് 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ്? ഒരു ഗാമ എന്ന് പറഞ്ഞ കോണ്ടൂറിന്റെ അകത്ത് 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോണ്ടൂറിന്റെ അകത്തെ ഈ ഫംഗ്ഷന്റെ റെസിഡ്യൂസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എൻ ഗാമ വെച്ച് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്താൽ മതി. എൻ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? വൈൻഡിങ് നമ്പറാ അല്ലെ? ആ ഒരു പോയിന്റിനെ ഈ നമ്മുടെ കോണ്ടൂർ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന വൈൻഡിങ് നമ്പർ നമുക്കറിയാം. വൈൻഡിങ് നമ്പർ ആണ് ഈ എൻ ഗാമ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വരും? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/z ഇൻറ്റു z മൈനസ് 2 ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ എന്താണ്? നമുക്കിവിടെ പോള് വരാൻ പോകുന്നത് z ഈക്വൽ ടു 0യും z ഈക്വൽ ടു 2 ആ. z ഈക്വൽ ടു 0, z ഈക്വൽ ടു 2 രണ്ട് പോയിന്റ് പോളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 0 ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? 2 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? z ഈക്വൽ ടു 0യിൽ z ഈക്വൽ ടു 2ലെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം. അപ്പൊ z ഈക്വൽ ടു 0ലെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? z ഇൻറ്റു എന്ത് ചെയ്യാം? നമുക്ക് അറിയാം ലിമിറ്റ് z ടെൻസ് ടു 0 z ഇൻറ്റു എഫ് ഓഫ് z. അപ്പൊ എന്നാ കിട്ടും? ലിമിറ്റ് z ടെൻസ് ടു 0 z ഇൻറ്റു എഫ് ഓഫ് z ആരാണ്? 1/z മൈനസ് 2 അല്ലേ? അപ്പൊ നമുക്ക് എന്നാ കിട്ടും? -1/2 എന്ന ആൻസർ കിട്ടും. ഇനി ലിമിറ്റ് അറ്റ് റെസിഡ്യൂ അറ്റ് 2 എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു 2 1/z ഇൻറ്റു z മൈനസ് 2 ഇൻറ്റു z മൈനസ് 2 അല്ലേ? അപ്പൊ എന്നാ വരും? z മൈനസ് 2 ലിമിറ്റ് ഇതെന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 2 ഡിവൈഡ് ബൈ 1/z എന്ന് കിട്ടും അല്ലേ? എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു z മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് z. അപ്പൊ എന്നാ കിട്ടും? ലിമിറ്റ് z ടെൻസ് ടു 1/z എന്ന് കിട്ടും. അതാരും കിട്ടും? അതെന്ന് പറയുന്നത് 1/2 എന്നും കിട്ടും. ഓക്കെ, 1/2 എന്നും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്നാ കിട്ടും? അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഗാമ 1/z ഇൻറ്റു z മൈനസ് 2 ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എന്ത് വരണം? എൻ ഗാമ ഓഫ് എ. ഒന്നാമത്തെ ആരെ നമുക്ക് എടുക്കാം? 0നെ എടുക്കാം. 0നെ ഈ ഒരു നമ്മുടെ കോണ്ടൂർ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു എന്ത് വരും? റെസിഡ്യൂ എന്താ കിട്ടിയിരുന്നേ? -1/2 അല്ലേ? അപ്പൊ 2 ഇൻറ്റു -1/2 പിന്നെ ആരോ ഉള്ളേ? പ്ലസ് അടുത്ത് എന്താ വരുന്നേ? അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പോളെന്ന് പറയുന്നത് നമ്മുടെ ആരാ ഉള്ളേ? 2 ആ. അപ്പൊ 2വിനെ ഈ ഒരെണ്ണം എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് കോണ്ടൂർ ആ ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഗ്രീനേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താ? എൻ ഗാമ ഓഫ് എ നമ്മുടെ അത് 1 ആയിട്ട് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു എന്ത് വന്നു? 1 ഇൻറ്റു അവിടുത്തെ റെസിഡ്യൂ എന്തായിരുന്നു? 1/2. 1 ഇൻറ്റു 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 2πi ഇൻറ്റു 2 ഇൻറ്റു -1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1/2 ഇൻറ്റു 2πi എന്ന് വെച്ചാൽ -πi ആണ് ആൻസർ വരാൻ പോകുന്നത്. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതിക്കൂടെ? ഫാക്ടേഴ്സ് ആക്കി ചെയ്തതിന് ശേഷം അതിന് ഇൻസൈഡിലാണ് വരുന്നത്. അന്നേരം a/z പ്ലസ് b/z മൈനസ് 2 എഴുതിയതിന് ശേഷം ഈ പറയുന്ന കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തൂടെ അതിനകത്ത്? കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയും ചെയ്യാം. രണ്ടായിട്ട് തിരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. അവിടെ ആണെങ്കിലും ഈ കേർവിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഈ പടം വരയ്ക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അകത്താണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ അതെ, അത് ശ്രദ്ധിക്കണം. അതിന്റെ പുറത്തായിരുന്നു എങ്കിൽ എലമെന്റ് വരുമ്പോൾ 0 ആയി മാറും. അതെ. താങ്ക് യു സർ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത എന്താ?
let C be the collection of all sets S such that power set of S is countably infinite. Which of the following statement is true? എന്താണ് സി ബി ദ കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്? എങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷനാണ്? പവർ സെറ്റ് ഓഫ് എസ് കൗണ്ടബിളി ഇൻഫിനിറ്റ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിരിക്കണം. എന്ത്? പവർ സെറ്റ്. ഞാൻ ഒരു സെറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എക്സ് എന്തായിരിക്കണം? അത് നമ്മുടെ നാച്ചുറൽ നമ്പറിനോട് ഈക്വലൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള എത്ര സെറ്റ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ എന്താ? എൻ്റെ സെറ്റ് എക്സിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പവർ സെറ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2n എലമെന്റ് ഉണ്ടാവും. നമുക്കറിയാവുന്ന കാര്യം. ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്തുണ്ടാവും? 2n എലമെന്റ് ഉണ്ടാവും പവർ സെറ്റ് ഓഫ് എക്സിൻ്റെ അകത്ത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പവർ സെറ്റ് ഓഫ് എക്സ്. ഇത് അടുത്ത റിസൾട്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിനേക്കാളും കൂടുതൽ എലമെന്റ്സ് പവർ സെറ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോൾ എക്സ് ഇൻഫിനൈറ്റ് ആണെങ്കിൽ പോലും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഏതർത്ഥത്തിലാണ് ഈ ലെസ് ദാൻ എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഫിനൈറ്റ് സെറ്റ് ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സ് ഇൻഫിനൈറ്റാണ്. പക്ഷെ അവിടെ എന്താ? അപ്പോൾ നമ്മൾ കാർഡിനാലിറ്റിയുടെ ആ ഇത് മാറും. അതെന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ അലഫ് നോട്ട് തൊട്ട് തുടങ്ങും. അലഫ് നോട്ട് സി അതുണ്ടല്ലോ എന്ന് വെച്ചാൽ അലഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടബിളി ഇൻഫിനൈറ്റ്. സി എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ലൈനോടുള്ള ഒരു ഇക്വലൻസി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ് ഇൻഫിനൈറ്റ്. അത് കഴിഞ്ഞ് എന്താ? 2c അങ്ങനെ പോവുക അല്ലെ? നമുക്കറിയാം അലഫ് നോട്ട് ഉണ്ട്, അടുത്ത് 2c അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഓൾ പവർ സബ്സെറ്റ്സ് ഓഫ് റിയൽ ലൈൻ. ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം ഇങ്ങനെ നമ്മുടെ കാർഡിനൽ നമ്പേഴ്സ് നമ്മൾ പറയും. കാർഡിനൽ നമ്പേഴ്സ് ആണ്. ഇവർക്കെല്ലാം എന്താണ്? കൂടി ഇവരുടെ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? പവർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും നമ്മുടെ ആറും നമുക്ക് അറിയാം. ആർ എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണ്. പവർ സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. പക്ഷേ എന്താണ്? നിങ്ങൾക്ക് ഇവർ തമ്മിൽ ഒരു ബൈജക്ഷൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ ഒരു ബൈജക്ഷൻ, പവർ സെറ്റ് ഓഫ് ആറും തമ്മിൽ ഒരു ബൈജക്ഷൻ ഒരിക്കലും ഒരു 1-1 ഓൺടു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണം നമ്മൾ അത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർ എന്താ പറയുന്നത്? റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് ആറിൻ്റെ അകത്ത് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. പവർ സെറ്റ് ഓഫ് അത് പല റിയൽ ലൈൻ അനാലിസിസിന്റെ ടെസ്റ്റിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടേക്കുന്ന റിസൾട്ടാണ്. വലിയ പാടൊന്നും ഇല്ലെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. പവർ സെറ്റ് ഓഫ് ആറിലേക്ക് ഒരു ഓൺടു ഫംഗ്ഷൻ ആറിൽ നിന്ന് പവർ സെറ്റ് ഓഫ് ആറിലേക്ക് ഒരു ഓൺടു ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആറിലെ ഓരോ ഇമേജിനും എന്താണ്? പവർ സെറ്റ് ഓഫ് ആറിൽ ഓരോ ഇമേജ് കൊടുക്കാൻ, ആറിലെ ഓരോ എലമെന്റിനും പവർ സെറ്റ് ഓഫ് ആറിലേക്ക് ഒരു ഇമേജ് കണ്ടുപിടിക്കാൻ ഒരു 1-1 കൊണ്ട് പറ്റത്തില്ല എന്നാണ്. ആറിൽ നിന്ന് പവർ സെറ്റ് ഓഫ് ആറിലേക്ക് 1-1 ഫംഗ്ഷൻ പറ്റും, പക്ഷെ ഒരു ഓൺടു ഫംഗ്ഷൻ പറ്റത്തില്ല. അതാണ് ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നുള്ള ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ. അപ്പൊ ഈ രണ്ട് റിസൾട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഫൈനൈറ്റ് സെറ്റ് ഒരു n എലമെന്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സിന്റെ അകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2n. അതും അപ്പൊ എന്താണ്? അതും ഫൈനൈറ്റ്. അപ്പൊ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സും എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? എക്സ് ഇൻഫിനൈറ്റ് സെറ്റ് ആണെന്ന് എഴുതിക്കോ. അപ്പൊ എക്സ് ഇൻഫിനൈറ്റ് ആണെങ്കിൽ എന്താ? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കൗണ്ടബിൾ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ. എക്സ് ഇൻഫിനൈറ്റ് അപ്പൊ കൗണ്ടബിൾ ആണെങ്കിലോ? എക്സ് കൗണ്ടബിൾ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിന്റെ പവർ സെറ്റ് എന്താണ്? പവർ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റാ? നമ്മുടെ സിയോട് ഇക്വലന്റ്, കണ്ടിന്യൂമിനോട് ഇക്വലന്റ്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈന് എല്ലാം. സി എന്ന് പറയുന്നത് എന്താ? കോംപ്ലക്സ് നമ്പറിന്റെ സി അല്ല കേട്ടോ, നമ്മുടെ ആറിന്റെ എന്താണ് കാർഡിനാലിറ്റിനെ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്? ആറിന്റെ റിയൽ ലൈനോട് ഇക്വലന്റ് ആയിട്ടുള്ള കാർഡിനാലിറ്റി എന്നുവെച്ചാൽ അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ആ കിട്ടാൻ പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ പവർ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ഉണ്ട്. കൗണ്ടബിൾ അല്ല കിട്ടാൻ പോകുന്നത്. കാരണം എന്താ? നമ്മുടെ രണ്ടാമത്തെ റിസൾട്ടാ. ഈ രണ്ടാമത്തെ റിസൾട്ട് കാരണം പവർ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. പിന്നെ മേലോട്ട് നോക്കുക വേണ്ട അല്ലെ? മേലോട്ട് ഇനിയിപ്പോ ഏതൊരു അൺകൗണ്ടബിൾ സെറ്റ് എടുത്താലും അതിന്റെ പവർ സെറ്റ് വീണ്ടും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. അങ്ങനെ കൂടി പോത്തേ ഉള്ളൂ. ഇപ്പൊ നോക്കി ഇവിടെ എന്താ നമ്മൾ ചോദിച്ചേക്കുന്നത്? കൗണ്ടബിളി ഇൻഫിനിറ്റ് പവർ സെറ്റ് കിട്ടുന്ന ഏതെങ്കിലും സെറ്റ്, അതിന്റെ സെറ്റിനെ കുറിച്ച് ചോദിച്ചേക്കാം. അങ്ങനെയുള്ള സെറ്റുകളുടെ കറക്ഷനാണ്. അങ്ങനെ സെറ്റ് ഉണ്ടോ? ഇല്ല. ഏതൊരു സെറ്റ് എടുത്താലും ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഏതൊരു സെറ്റ് എടുത്താലും അതിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അങ്ങനെ ഒരു സെറ്റ് ഇല്ല. എന്താണ്? പവർ സെറ്റിന്റെ അകത്ത് കൗണ്ടബിളി ഇൻഫിനിറ്റ്ലി എലമെന്റ്സ് ഉള്ള ഒരു സെറ്റും ഇല്ല. അങ്ങനെ ഒരു സെറ്റ് കിട്ടത്തില്ല. ഓക്കെ,
അടുത്തത് നമുക്കൊരു എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു പോളിനോമിയലൊന്നും അല്ല. അപ്പൊ ഇതുപോലത്തെ ഉള്ള ഫംഗ്ഷൻസ് ഇതുപോലത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം സോൾവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കുക. ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, ഈ ഒരു ഇക്വേഷന്റെ ഗ്രാഫ്. ഈ ഇക്വേഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതാണെങ്കിൽ വളരെ നമ്മൾ എന്താ ചോദിച്ചേക്കുന്നത്, ഇതിന് സൊല്യൂഷൻ ഒന്നും അല്ല ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചില്ല, എണ്ണമേ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും എളുപ്പ മാർഗം. നമ്മൾ എന്ത് ചെയ്യുക, ഇ റേസ് ടു എക്സിന്റെയും പിന്നെ ആരുടെയാ 1 മൈനസ് എക്സിന്റെയും സൊല്യൂഷൻ വെച്ചാൽ y ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെയും ഗ്രാഫ് വരയ്ക്കുക. y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അതേതാ ലൈന്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈൻ ഏതാ 1 0 0 1 ഇവിടെ പാസ് ചെയ്യുന്ന ലൈനാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈന്. ഇനി അടുത്ത ഏതാ നടക്കുന്നത്, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത്. ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാ, ഇങ്ങനെ ഇവിടെ അസിംപ്റ്റോട്ടിക്കലായിട്ട് വന്ന് ഇങ്ങനെ കയറി പോയി എക്സ്പോണൻഷ്യൽ ആയിട്ട് അങ്ങ് പോകുന്ന അല്ലേ. അപ്പൊ ഇവരുടെ എന്ന് വെച്ചാൽ എന്താണ്, ഇത് ശരിക്കും എന്താ, ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 1 ആവുന്ന എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ, ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ആവുന്ന എത്ര എക്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷന്റെയും ഗ്രാഫിന്റെ ഇന്റർസെക്ഷൻ എത്ര പ്രാവശ്യം ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് അല്ലേ. ഇപ്പൊ എത്ര ഉണ്ട്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ്, മറ്റേത് എക്സ്പോണൻഷ്യൽ. അപ്പൊ ഇവര് നോക്കി എത്ര പ്രാവശ്യം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ആകെ ഒരു തവണ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. ഇവിടെ എവിടെയോ ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കത്തില്ല, പക്ഷെ നമുക്ക് എന്താണ് എണ്ണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഗ്രാഫിക്കലായിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇതുപോലുള്ള പല ക്വസ്റ്റ്യൻസ്, ഇതുപോലെ തന്നെ ഇ റേസ് ടു എക്സും ലോഗ് എക്സും പലതും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ഗ്രാഫിക്കലായിട്ടാണെങ്കിൽ പെട്ടെന്നൊക്കെ ആൻസർ കിട്ടും, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ ബി ആണ് എന്റെ ആൻസർ. ഓക്കെ സാർ, അതിനകത്ത് റിയൽ നമ്പേഴ്സ് അല്ലേ, അതായത് എത്ര റിയൽ നമ്പറുകൾ ഉണ്ട് എന്നുള്ളതല്ലേ. അന്നേരം നമ്മൾ ഇപ്പൊ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴത്തേക്കിന് മാത്രമല്ലേ ഒബ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അതായത് ഇ റേസ് ടു 0 ഈക്വൽ ടു 1 മൈനസ് 0, അന്നേരം 1 ഈക്വൽ ടു 1 അതിൽ മാത്രമല്ലേ ഒബ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇ റേസ് ടു അതായത് 0-ൽ മാത്രമല്ലേ ഒബ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. എക്സിന് 0 കൊടുക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ സാർ. ഇ റേസ് ടു 0 ഈക്വൽ ടു 1 മൈനസ് 0, ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 1 അല്ലേ. അതെ ഞാനിപ്പോ ഈ ഗ്രാഫ് വരച്ചതിന്റെ അത് പ്രശ്നമാണ്, അത് നോക്കണ്ട. അത് ഗ്രാഫ് എങ്ങനെയാ വരുന്നത്, ഇവിടെ ഈ പോയിന്റിൽ കൂടെയാ പാസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അതെ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. കാരണം അവിടെ അല്ല ടച്ച്, അതെ അവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അതെ ആ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇന്റർസെക്ട് ചെയ്യുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി റഫായിട്ടൊന്ന് വരച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ സർ, താങ്ക് യു സർ. എക്സ് ഈക്വൽ ടു 0 തന്നെയാണ് സൊല്യൂഷൻ. എക്സ് ഈക്വൽ ടു 0 ആണ് സൊല്യൂഷൻ. നമുക്ക് എന്താണ് ഇതിനെ 0 ഇട്ട് കൊടുക്കുമ്പോൾ കാണാം. പക്ഷെ നമുക്ക് ഒരു അല്ലാതെ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടാണ് തരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പം ഈ എക്സിന്റെ സ്ഥാനത്താണെങ്കിൽ ഒരു എന്താണ് ഇപ്പൊ ഒരു എക്സ് സ്ക്വയർ ഒക്കെ തന്നു കഴിഞ്ഞാലും എക്സ് സ്ക്വയറും അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4 അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ കോംപ്ലക്സ് ആക്കി എടുക്കാം. അപ്പോഴൊക്കെ എന്താണ് ഗ്രാഫിക്കലാണെങ്കിൽ ഇച്ചിരി എളുപ്പം ഉണ്ടായിരിക്കും. ഗ്രാഫിക്കലി തന്നെ നമ്മളിപ്പോ വരയ്ക്കുമ്പോഴത്തേക്ക് സാർ ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ തന്നെ 1 മൈനസ് എക്സിന്റെ വരച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ ഇ റേസ് ടു എക്സിന്റെ വരയ്ക്കുമ്പോഴത്തേക്കിനും എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്കിനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് 1 ആണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അന്നേരം അവിടെ തന്നെ ടച്ച് ചെയ്യുന്നത് നമുക്ക് നേരെ വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ സർ. അതെ വരയ്ക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഗ്രാഫിക്കലായിട്ട് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. എവിടെയാ ടച്ച് ചെയ്യുന്നതെന്നുള്ളതേ എപ്പോഴും പറഞ്ഞണമെന്നില്ല, കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. ഇതിപ്പോ എളുപ്പം ഉണ്ടാകാണ്ട് കിട്ടിയതാ നമുക്ക്. എന്ന് വെച്ചാൽ നമുക്ക് മാനുവലായിട്ട് വരച്ച് കണ്ടുപിടിക്കാന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഈ എൻഡ് പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ സാർ അല്ലേ. അതിനകത്ത് ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെ വാല്യൂ വേറെ വരുന്നുണ്ടോ നമുക്ക് അത് കൊടുത്ത് നോക്കാന്നേ ഉള്ളൂ. അത് നമുക്ക് കിട്ടിയതാ. പക്ഷെ നമുക്ക് അതൊരു എന്താണ് കറക്റ്റ് എപ്പോഴും അത് അങ്ങനത്തെ എല്ലാം കിട്ടണമെന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. R to R ആണ്. പിന്നെന്താണ് നമുക്ക് അപ്പൊ എഫ് എൻ ഓഫ് എക്സ്. അപ്പൊ നമ്മളൊക്കെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് എന്താണ് ഏതെങ്കിലും ഒന്നാമത്തെ ചോദ്യം എന്താ, there exists x belongs to R such that f of x is not defined. f of x ഡിഫൈൻഡ് അല്ലാത്ത എന്താണ്, എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ലിമിറ്റ് എന്താ, ഇത് കിട്ടുന്നില്ലാത്ത ഏതെങ്കിലും ഉണ്ടോന്ന്, എന്താ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവുന്നില്ലാത്ത ഏതെങ്കിലും ഉണ്ടോന്ന് അല്ലെ. അപ്പം
എക്സ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടാൻ പോവുക? എക്സ് ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് എൻ ഓഫ് എക്സ് അല്ല 0 ആയിപ്പോവും അല്ലേ? ന്യൂമറേറ്റർ 0 താഴെ എന്ത് വരും? 1/n എന്ന് വരും. നമുക്ക് ലിമിറ്റ് ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബാക്കി എന്താ വരാൻ പോകുന്നത്? ബാക്കി നമ്മൾ n അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1/n അല്ലേ? ഇതെന്ന് പറയുന്നത് ആ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്നാ പറ്റാൻ പോകുന്നത്? വേറെ ഒന്നും സംഭവിക്കാനില്ല. ആ സ്ക്വയർ റൂട്ടിൻ്റെ അത് 1/n എന്ന് പറയുന്നത് 0ലേക്ക് പോകും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പം ഇതാണ് എഫ് ഓഫ് എക്സ്. ഇനി എക്സ് ഈക്വൽ 0 ആണെങ്കിലോ, എഫ് ഈക്വൽ 0 ആണെങ്കിൽ എഫ് ഓഫ് 0 ഈക്വൽ 0 എന്നും കിട്ടും. കാരണം എന്താണ്? എഫ് എൻ ഓഫ് എക്സ് അല്ല 0 ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എഫിനെ കുറിച്ച് എഫ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ എന്താ ഓക്കെ എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആരാണ്? മോഡുലസ് ഓഫ് എക്സ് ആണ് വരുന്നത്. കാരണം എന്താ? അതൊരിക്കലും നെഗറ്റീവ് ആവത്തില്ല അല്ലേ? അപ്പൊ ഇത് ശരിക്കും എന്താ കിട്ടാൻ പോകുന്നത്? എക്സ് സ്ക്വയർ ബൈ മോഡുലസ് എന്ന് വെച്ചാൽ ആൻസർ മോഡുലസ് ഓഫ് എക്സ് ആ കിട്ടാൻ പോകുന്നത്. എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് അല്ല. കാരണം എന്താ? ഇത് നമുക്ക് കാണാം ഈ എഫ് ഓഫ് എക്സ് എന്താ വന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇത് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, എപ്പോഴും പോസിറ്റീവ് ആവുന്ന കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മോഡുലസ് എക്സിന്റെ അബ്സൊല്യൂട്ട് വാല്യൂ ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. നമ്മളൊരു നമ്പർ എടുത്ത് ഏത് റിയൽ നമ്പർ എടുക്കുക, മേളിൽ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു, താഴെ എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എടുത്തിട്ട് അതിന് സ്ക്വയർ റൂട്ട് എടുത്തു. ആ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ്. അപ്പം മേലെ ന്യൂമറേറ്ററും പോസിറ്റീവ് ആണ്, താഴത്തെ ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണ്. അപ്പൊ കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് അവിടെ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയാൻ കാരണം. അബ്സൊല്യൂട്ട് വാല്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അത്ര ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആക്ച്വലി അതെ ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് അല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ പറ്റുമോ? അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1/n. സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അല്ലേ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതെ അതെ അതെ, സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണ്. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1/n ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ പോയിന്റിലും കൊടുക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ നമ്മൾ 1 കൊടുക്കുമ്പോഴത്തേക്കിന് F1 ഒബ്റ്റെയിൻ ചെയ്യും. അന്നേരം അത് വരുമ്പോഴത്തേക്കിന് അതിന്റെ ഗ്രാഫ്. അതെ അതെ, നമുക്ക് അത് പറഞ്ഞേ എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സിനോട് ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ് വരാൻ പോകുന്നത് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനോട് ഓൾമോസ്റ്റ് അടുത്തിരിക്കുന്ന ഫംഗ്ഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് മോഡുലസിനോട് അടുത്ത് വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? അത് മോഡുലസ് ഓഫ് എക്സിനോട് അടുത്ത് വരുന്ന ഫംഗ്ഷൻ. മോഡുലസ് ഓഫ് എക്സിനോട് അടുത്ത് നിൽക്കും. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ, പക്ഷെ എന്താണ്? താഴെയുള്ള എക്സ് സ്ക്വയർ പ്ലസ് 1/n. അപ്പൊ ഇച്ചിരി കൂടെ താഴേന്ന് വരത്തുള്ളൂ. പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഏകദേശം ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് സ്ക്വയർ ഇതാണ് എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് കാണാം? ഓരോ എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1/n എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇതിലൂടെ വലുതായിരിക്കും. ഒന്നുകൂടെ ആഡ് ചെയ്ത് ഒരു എലമെന്റ് കൂടെ ആഡ് ചെയ്ത് പോകുന്നു എന്നല്ലേ വരത്തുള്ളൂ അല്ലേ? ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് ഡിനോമിനേറ്റർ എന്താ സംഭവിച്ചത്? ഡിനോമിനേറ്റർ ഈ എനിക്ക് ഇങ്ങനെ പറയാൻ മേലെ എന്ന് പറഞ്ഞാല് എക്സ് മോഡുലസ് ഓഫ് എക്സിനേക്കാളും എന്താണ് ചെറുതാണ് ആര്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ അതെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെ കുറിച്ച് കിട്ടും. എന്ന് വെച്ചാൽ അത് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ തുടക്കത്തില് എങ്ങനെ വരും? ഏകദേശം ഒരു ഇങ്ങനെ അങ്ങോട്ട് പോകും, ഇങ്ങനെ പോകും. എന്നിട്ട് ഇത് മേളിലോട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന് അപ്രോച്ച് ചെയ്ത് ഇതിലോട്ട് എത്തിച്ചേരുക ചെയ്യുന്നു. അതെ അതെ, ആ മോഡുലസ് സെന്ററിലേക്ക് വരുന്നു. താങ്ക്യൂ സർ. ഇനഫ് സർ. ഓക്കെ, ഇതൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? എഫ് ഓഫ് എക്സ് ഈക്വൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഓൺ ആർ ആണ്, ഡിഫറൻഷ്യബിൾ ഓൺ ആർ ആണ്,
എന്നൊക്കെ ചോദിച്ചേക്കുന്നത്. അപ്പൊ കണ്ടിന്യൂറ്റി കുറച്ച് ഒന്നും പറയാം. ഇപ്പൊ മോഡുലസിന്റെ എടുത്തതിന് ശേഷം പ്ലസ് എക്സ് മൈനസ് എക്സ് അന്നേരം സ്ക്വയർ കിട്ടും. അത് ഡിഫറൻഷ്യബിൾ ആണ് എല്ലായിടത്തും. എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്, പ്രത്യേകിച്ച് വലിയ പ്രൂവ് ചെയ്യാനില്ല അല്ലേ. കാരണം എന്താ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ഈക്വൽ ടു 0 തന്നെ കിട്ടും. പക്ഷേ വേറൊരു കാര്യം പറയണം. എന്ത് പറയണം എന്ന് വെച്ചാൽ, നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ പറയുന്നില്ലെങ്കിലും എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞ് അതിന്റെ കാരണം റീസൺ കൂടെ പറയണ്ടേ. എക്സ് ഈക്വൽ ടു 0 ആണ് നമുക്ക് ആ ഒരു കേസിൽ മാത്രം എടുത്ത് പ്രൂവ് ചെയ്യാം. ബാക്കി ശേഷം നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന അത് എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് പറയണം, എഫ് ഈക്വൽ ടു G1 ഇൻറ്റു G2 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത്. G1 ആരാണ്, എക്സ്, G2 ആരാണ്, മോഡുലസ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചൊരു കാര്യം. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു 0 മാത്രമേ എന്തുള്ളൂ, ഡിഫറൻഷ്യബിൾ അല്ലാത്തുള്ളൂ അല്ലേ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് അതെന്താണ്, ഷാർപ്പ് എഡ്ജ് വരുന്ന പോയിന്റ് ആണ് ഈ ഡിഫറൻഷ്യബിലിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് നമ്മുടെ G2 എന്ന് പറയുന്ന ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ അല്ലാണ്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്താണ്, G1 ഡിഫറൻഷ്യബിൾ ആണ്, G2 ഡിഫറൻഷ്യബിൾ ആണ്. അപ്പം എഫ് ഈക്വൽ ടു G1 ഇൻറ്റു G2 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഓൾറെഡി ഡിഫറൻഷ്യബിൾ ആയി കിട്ടി, പ്രോഡക്റ്റ് ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട്. പിന്നെ എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു 0 മാത്രം പ്രൂവ് ചെയ്താൽ മതി. അത് നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അതാണ് അതിന്റെ പുറത്തെ റീസണിങ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ 0 പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. 0 പ്രൂവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളടത്തെ അവസ്ഥ എന്താണെന്ന് കൊണ്ട് റീസണിങ് പറഞ്ഞു വെക്കുന്നത് മനസ്സിലാണ്. അപ്പം എളുപ്പമാണ് എന്നാ വിട്ടേക്കാം, അത് പോട്ടെ, വലിയ പാടില്ലല്ലോ. ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെന്താ, if be an entire function such that for every integer k greater than 1 there is an infinite set xk such that f of x is equal to 1 by k for all z belongs to xk, which of the following statements are necessarily true. ഈ ചോദ്യത്തിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. ഇങ്ങനൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിന്റെ അകത്തൊരു പകുതി എണ്ണമെങ്കിലും മിനിമം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ, എന്താ ഫംഗ്ഷന്റെ പ്രത്യേകതയാണ്, എഫ് എൻറ്റയർ ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, there exist for every integer k greater than 1 there is an infinite set xk such that f of x is equal to 1 by k for എന്ന് വെച്ചാൽ ഈ 1 by k എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ എന്താണ് റാഷണൽ നമ്പർ ഈ എക്സ് കെ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ ഇസഡിനും എന്താവണം, അത് അറ്റൈൻ ചെയ്തിരിക്കണം. എക്സ് കെ ഓരോന്നും എന്തായിരിക്കണം, ഇൻഫിനിറ്റും ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷന് ഞാൻ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എസ് ഇസഡ് എന്ന് എടുത്താൽ ഈ ഫംഗ്ഷൻ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണോ? എന്താണ് ഈ 1 by k എന്ന് പറയുന്ന, അതായത് 1 by 1 കെ എഴുതാൻ മതി എന്ന് വെച്ചാൽ 1/2 1/3 1/4 എന്ന് പറയുന്ന ടൈംസിനെയൊക്കെ ഇൻഫിനിറ്റ്ലി ടൈംസ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് നമ്മളൊന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടോ നോക്കുക. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു 1 by k പ്ലസ് i 2n അല്ലെങ്കിൽ 2n പൈ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്താൽ ഇസഡ് ഈസ് ഈക്വൽ എന്താണ്, ഇസഡ് ഈസ് ഈക്വൽ ടു 1 by k പ്ലസ് 2n പൈ വെയർ n ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ഇസഡ് എന്താണ്? ഇസഡ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇസഡ് എങ്ങനത്തെ കോംപ്ലക്സ് നമ്പറാ? ഇസഡ് ഈക്വൽ ടു 1 by k പ്ലസ് i 2n പൈ വേറെ n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് ഡിഫൈൻ ചെയ്താൽ എന്ത് വരും? ഇ റേസ് ടു k തന്നെ വരും. ഇ റേസ് ടു 1 by k തന്നെ വരും. ഇ റേസ് ടു 1 by k പ്ലസ് i 2n പൈ എന്ന് കിട്ടും. അതാണ് ഇ റേസ് ടു 1 by k. അപ്പൊ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഡിഫൈൻ ചെയ്യും? എന്ത് ചെയ്താൽ മതി? ഇസഡ് ഈക്വൽ ടു ലോഗ് 1 by k എടുത്താൽ മതി. അതാണ് അവിടുത്തെ ഐഡിയ. അപ്പൊ ഇസഡ് ഈക്വൽ ടു ലോഗ് 1 by k പ്ലസ് i 2n പൈ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു ഇസഡ് ഈക്വൽ ടു 1 by k എന്ന് കിട്ടും അല്ലെ? ഇ റേസ് ടു ഇസഡ് ഈക്വൽ ടു 1 by k ഫോർ ഞാൻ എന്ത് ചെയ്യുക? ഈ ഒരു കളക്ഷൻ
ഈ ഒരു കളക്ഷൻ ആണ് എന്ത് എൻ്റെ എക്സ് കെക്കകത്ത്. എക്സ് കെ ആരാണ്? എക്സ് കെ ഈക്വൽ ടു ലോഗ് 1/k പ്ലസ് I2n ബൈ വേർ n ബിലോങ്സ് ടു സ്ക്രിപ്റ്റ്. ഈ ഒരു കളക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് കെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എക്സ് കെ ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഇ റേസ് ടു ഇസഡ് എന്ത് കിട്ടും? 1/k എന്ന് കിട്ടും. ഇ റേസ് ടു ഇസഡ് ഈക്വൽ ടു 1/k ഫോർ ഈച്ച് ഇസഡ് ബിലോങ്സ് ടു എക്സ് കെ. ഇതായിരുന്നു നമ്മളോട് ചോദിച്ച കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടി, പ്രശ്നം തീർന്നു. എന്താ പകുതി പ്രശ്നം തീർന്നു. ഇനി നോക്കാം. ഇനി ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? There exists an infinite set x such that f of x is equal to 0 for every z belongs to x. അങ്ങനെ ഒരു സെറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ? നമ്മളിപ്പോ ഈ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിച്ച് വെച്ചേക്കുക. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് അത്യാവശ്യം കോംപ്ലക്സ് അനാലിസിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫംഗ്ഷനെ കുറിച്ചുള്ള ബോധം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ പോയാൽ നമുക്ക് അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനറൽ ആയിട്ട് നമുക്ക് എന്താണ് തിയറങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ല. കുറച്ച് ഫംഗ്ഷൻസും കുറച്ച് എക്സാമ്പിൾസിനെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? തെറ്റാന്ന് പറയാം. കാരണം എന്താണ്? ഇ റേസ് ടു ഇസഡ് 0 ആവുന്നില്ല. അടുത്ത രണ്ടാമത്തെ എന്താണ്? There exists an non-empty closed set x such that f of x is equal to 0 for all z belongs to. അങ്ങനെ സെറ്റ് ഉണ്ടോ? ഇല്ല. ഒരു സെറ്റ് ഒരു എലമെന്റ് ഒരു ഇസഡിനും എന്താവുന്നില്ല? ഏത് ഇസഡ് എടുത്താലും ഇ റേസ് ടു ഇസഡ് 0 ആവത്തില്ല. അപ്പൊ അങ്ങനെയും ഇല്ല. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സി വേർ എക്സിസ്റ്റ് the set xk is unbounded for each k greater than 1. The set sk is unbounded for each set k greater than 1 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന സെറ്റിനകത്ത് xk എന്താണ്? അൺബൗണ്ടഡ് ആ. ലോഗ് 1/k പ്ലസ് I2n ബൈ എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ n എലമെന്റ് ആണെങ്കിൽ അൺബൗണ്ടഡ് ആ. അതുകൊണ്ട് നമുക്ക് എല്ലാ xkയും അൺബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഒരു പർട്ടിക്കുലർ കേസ് അല്ലേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്ത്? എക്സ് കെ അൺബൗണ്ടഡ് ആണോ അല്ലയോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ എക്സ് കെ ഇവിടെ എന്താണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് എൻറ്റയർ ഫംഗ്ഷനാ. എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണോ? അതിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവോ? എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണോ? ആണോ? എഫ് എന്ന് പറയുന്നത് ആണെങ്കിൽ മാത്രമല്ലേ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷനിലെ കോൺസ്റ്റന്റിലേക്ക് പോകത്തുള്ളൂ. ബൗണ്ടഡ് ഇപ്പൊ അൺബൗണ്ടഡ് അല്ലേ? അൺബൗണ്ടഡ് ആയിട്ടുള്ള എൻറ്റയർ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഈ ഫംഗ്ഷൻ എൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണോ അല്ലയോ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണോ? കോൺസ്റ്റന്റ് അല്ലല്ലോ. കാരണം ഇ റേസ് ടു ഇസഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞല്ലോ സർ. ഇ റേസ് ടു ഇസഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞല്ലോ. പക്ഷെ അത് ബൗണ്ടഡ് ആണല്ലോ. അന്നേരം ഡി ഓപ്ഷനിലെ ഒരു ബൗണ്ടഡ് സീക്വൻസ് അതിനകത്ത് 0 ഉണ്ട്. അതിനകത്ത് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതല്ല, ഈ ഫംഗ്ഷൻ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? There exists an infinite set xk such that f of x is equal to 1/k for z belongs to xk എന്നല്ലേ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് എഫ് ഓഫ് എക്സ് 1/2 ആയിരിക്കും എന്നുള്ളതാണ് അതിവിടെ മീൻ ചെയ്യുന്നത്. ഏതൊരു എക്സ് കെക്കും കറസ്പോണ്ടിങ് ആയിട്ട് 1/k കിട്ടുന്നല്ലേ? അതെ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 അറ്റൈൻ ചെയ്യണം, 1/3 അറ്റൈൻ ചെയ്യണം, 1/4 അറ്റൈൻ ചെയ്യണം അല്ലേ? നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അവിടെ തന്നെ കിട്ടി. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇനി സി ഓപ്ഷൻ നോക്കിക്കേ. എക്സ് കെ ഈസ് അൺബൗണ്ടഡ് ആണോ അല്ലയോ എന്ന്. അപ്പൊ എക്സ് കെ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്ത് നോക്കാം. എക്സ് കെ ബൗണ്ടഡ് ആണ്. എന്താ പ്രശ്നം? എക്സ് കെ ബൗണ്ടഡ് ആയി പോയാൽ എക്സ് കെ എന്ന് പറയുന്ന ഒരു ഇൻഫിനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ആയി പോകും. എക്സ് കെ എന്ന് പറയുന്ന ഒരു ഇൻഫിനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ആണ്. അതുകൊണ്ട് എന്ത് പറ്റും? അതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും അല്ലേ? നമുക്കറിയാം എക്സ് കെ എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായേ പറ്റത്തുള്ളൂ. അതെന്താണ്? ബൗണ്ടഡ് ഇൻഫിനൈറ്റ് സെറ്റിനെല്ലാം എന്തുണ്ട്? ലിമിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പം എക്സ് കെക്ക് ലിമിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. എഫ് ജിയും അനലിറ്റിക് ആണ്. ആൻഡ് എഫ് ഈക്വൽ ടു ജി ഓൺ എ സെറ്റ് എസ് ആൻഡ് ഇഫ് എസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് ദെൻ എന്താണ്? എഫ് ഈക്വൽ ടു ജി ഓൺ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. അതാണ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. എന്താണ്? എഫും ജിയും രണ്ട് അനലിറ്റിക്കൽ ഫംഗ്ഷൻ, രണ്ട് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അവരുടെ പ്രത്യേകത ഇതാണ്, അവർ ഏതെങ്കിലും ഒരു സെറ്റ്, ഒരു ലിമിറ്റ് പോയിന്റ് ഉള്ള ഒരു സെറ്റില് അവർ രണ്ടുപേരും ഈക്വലാണ്. എഫും ജിയും രണ്ട് എൻറ്റയർ ഫംഗ്ഷന് അവര് ഏതോ ഒരു ലിമിറ്റ് പോയിന്റ് ഉള്ള സെറ്റില് ഈക്വൽ ആണെങ്കിൽ എന്താണ്?
അവർ രണ്ടുപേരും എന്താവും ഫുൾ കോംപ്ലക്സ് പ്ലെയിനിൽ ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ റിസൾട്ട്. ആ റിസൾട്ടാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് ഇത് ട്രൂ ആണെങ്കിൽ എന്താ എനിക്ക് പറയാം, എഫ് ഓഫ് ഇസഡ് എഫ് ഈക്വൽ ടു, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാം, എഫ് ഈക്വൽ ടു 1/2 എഫ് ഈക്വൽ ടു 1/2 എന്താണ്, എവിടെയാണ് എക്സ് കെ, എഫ് ഈക്വൽ ടു 1/2 ഫോർ ഓൾ, എവിടെയാണ് x2 അല്ലേ? എഫ് ഈക്വൽ ടു 1/2 ഇൻ x2 ആണ്. എഫ് ഈക്വൽ ടു 1/3 എവിടെയാണ്, x3 അങ്ങനെ എല്ലാം പറയാം. അപ്പൊ ഇത് ഓരോന്നും അൺബൗണ്ടഡ് ആണെങ്കിലോ, ഇത് അൺബൗണ്ടഡ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു 1/2 ഇൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ എനിക്ക് പറയേണ്ടി വരും. പക്ഷെ അവിടെ എന്താ പ്രശ്നം, അടുത്തതിൽ എന്താ പറയുന്നത്, എഫ് ഈക്വൽ ടു 1/3 ഫോർ ഓൾ ഇൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ അങ്ങനെ. അപ്പൊ എന്താ കോൺട്രഡിക്ഷൻ ആയിപ്പോയി. ഒന്നാമത്തെ എന്താ പറയുന്നത്, എഫ് എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആവണമെന്ന് ആയിപ്പോകും. രണ്ടാമത് എന്ത് പറയും, എഫ് ഈക്വൽ 1/3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അങ്ങനെ ആയിപ്പോകും. പക്ഷെ അത് നടക്കത്തില്ലല്ലോ. കാരണം ഏതെങ്കിലും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയാൽ തന്നെ ഏതെങ്കിലും ഒരു നമ്പറിനോടല്ലേ ഈക്വൽ ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ പറ്റത്തുള്ളൂ, ഓരോ എക്സ് കെയും അൺബൗണ്ടഡ് ആയേ പറ്റത്തുള്ളൂ, ബൗണ്ടഡ് ആവാൻ പറ്റത്തില്ല. അതാണ് ഓപ്ഷൻ സിയുടെ ഗുണം. അപ്പൊ എന്താണ് ഇതെന്താ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. എക്സ് കെ എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആയി നിൽക്കാനേ പറ്റത്തുള്ളൂ. ബൗണ്ടഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ എക്സ് കെയും അൺബൗണ്ടഡ് ആയിരിക്കണം. അല്ല, ബൗണ്ടഡ് ആയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ലിമിറ്റ് പോയിന്റ് ഉണ്ടായി പോകും. ആ ലിമിറ്റ് പോയിന്റ് ഉണ്ടാകുന്നിടത്ത് എന്താവും, അത് ഈക്വൽ ആയി പോകും. പക്ഷെ അപ്പൊ എന്താവും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയി പോകും. പക്ഷെ നമ്മുടെ എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ. If there exists a bounded sequence Zk such that Zk belongs to Xk for each k greater than or equal to 1, then F has a 0. അപ്പൊ എന്താണ്, Zk എന്ന് പറയുന്ന Xk യിൽ നിന്നാണ്. പിന്നെന്താണ്, there is a bounded sequence. Zk എന്ന് പറയുന്നത് bounded sequence ആണ്. അപ്പം Zk belongs to Xk ആണ്. Zk എന്ന് പറയുന്ന സീക്വൻസ് Zk എന്താണ്, ബൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇസർക്കേക്ക് എന്താണ്, ഇസർക്കേക്ക് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. ഇസർക്കേക്ക് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. അതിനെ ഞാൻ വേണമെങ്കിൽ ഇസർകെഎൻ എന്ന് വേണേൽ വിളിക്കാം. ഇസർകെഎൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇസർകെഎൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യണം, ഏതോ ഒരു പോയിന്റ് ഇസഡ് നോട്ടിലോട്ട് കൺവേർജ് ചെയ്യണം അല്ലേ. പിന്നെന്താണ്, അപ്പം എഫ് അനലിറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് ഇസർകെഎൻ എന്ത് ചെയ്യണം, എഫ് ഓഫ് ഇസർകെഎൻ എഫ് ഓഫ് ഇസഡ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ എക്സ് കെ എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് കെ ബിലോങ്സ് ടു എക്സ് കെ അല്ലെ. അപ്പം എഫ് ഓഫ് ഇസഡ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതെന്ന് പറയുന്നത് 1/kn ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ 1/k ആണ്. അത് എങ്ങോട്ടേ കൺവേർജ് ചെയ്യത്തുള്ളൂ, അത് പറയുന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യുള്ളൂ. അപ്പൊ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്തായാ പറ്റത്തുള്ളൂ, 0 ആയേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ എഫിന് ഒരു 0 എങ്കിലും ഉണ്ട്. ആ 0 ഈ ഒരു ലിമിറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സബ്സീക്വൻസിന്റെ കൺവേർജിങ് പോയിന്റ് എഫിന്റെ ഒരു 0 ആയി തീരെ പറ്റുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്, മൾട്ടി കറക്റ്റ് ആൻസേഴ്സ്. അതെ. അപ്പൊ ഓപ്ഷൻ ഡി ട്രൂ ആണ്. ഓക്കെ, അപ്പം എന്റെ സമയം തീർന്നെന്നാണ് പറഞ്ഞത്. അപ്പം 9:30 വരെ ആയിരുന്നു തന്നിട്ട് സമയം. എന്തോ ഫംഗ്ഷൻ മോണോട്ടോണിക്കലി ആയിരിക്കും അല്ലേ? അതെ. അപ്പം ഇതിന്റെ ഈ ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷൻ ആൻസർ മാത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യാം. ഏതാണ്, എഫ് ഈസ് either strictly increasing or decreasing ആയിരിക്കും. എഫ് ഓൺ ടു ആവണമെന്നുണ്ടോ? ഇല്ല, നിർബന്ധമില്ല സർ. ഇ റേസ് ടു എക്സ് എടുത്താൽ മതി എക്സാമ്പിളിന് വേണ്ടി. ഇ റേസ് ടു എക്സ്. ഓക്കെ, പിന്നെ ഓക്കെ ഒരു ഫംഗ്ഷൻ അടുത്ത് നോക്കാം. എഫ് ഓഫ് ഇതിന്റെ ഓപ്ഷന് എഫ് ഓഫ് എക്സ് ഒരിക്കലും 1/z സൈൻ 1/z ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എസെൻഷ്യൽ സിംഗുലാരിറ്റി റിമൂവൽ സിംഗുലാരിറ്റിയെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു ഫംഗ്ഷന് എന്താ സിംഗുലാരിറ്റി ഉള്ളത്, 0 എന്ന് പറയുന്ന എസെൻഷ്യൽ സിംഗുലാരിറ്റി. കാരണം എന്താ, അതിന് ലോറൻസ് സീരീസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അതിനകത്ത് എന്താണ് അതിന്റെ സിംഗുലാർ പാർട്ട് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഉണ്ട്. അടുത്ത ജി ഓഫ് ഇസഡ് നോക്കിക്കേ. അതെന്താണ്, എഫ് ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് എന്ന് പറഞ്ഞാൽ സൈൻ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു സൈൻ 1/z അല്ലെ. ഇതിനകത്ത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും, ഇത് 1 എന്ന് കിട്ടും. പിന്നെ മിച്ചം കിടക്കുന്ന ഇങ്ങേര ഇതെന്ത് ചെയ്യും, ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സൈൻ ലിമിറ്റ് ഇസഡ് ടെൻസ് 0 സൈൻ 1/z ലിമിറ്റ് ഇല്ല. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം, ഇത് വീണ്ടും
റിമൂവബിൾ സിംഗുലാരിറ്റി എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. റിമൂവബിൾ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ റിമൂവൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൂവൽ പഠിച്ചിരിക്കുന്നല്ല. നമുക്ക് ആ പോയിന്റിൽ വെച്ചിട്ട് റീഡിഫൈൻ ചെയ്ത് അതിനെ അതെ ഫൈനൈറ്റ് ആയിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൂവൽ സിംഗുലാരിറ്റി ആയിരിക്കും. ഇൻഫിനൈറ്റ് ആയിട്ടാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു പോളായിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. അതാണ് ലിമിറ്റ് വൈസ് ഉള്ള അതിന്റെ ടേംസ്. നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഈ സൈനിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ മോഡുലസ് എടുത്തതിന് ശേഷം അത് ബൗണ്ടഡ് ആണെന്ന് കാണിച്ചിട്ട് ഇപ്പൊ 0 വെച്ച് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 ഒബ്റ്റെയിൻ ചെയ്യുമല്ലോ. അന്നേരം അത് ഏതൊക്കെ കേസുകളിലാണ് സാധാരണ ഇത് പറയുന്നത്? ലിമിറ്റ് z→0 z ഇൻറ്റു സൈൻ 1/z, എന്നിട്ട് നമ്മളത് ഓസിലേറ്ററി ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ സീക്വൻസിന്. അത് ഏതൊക്കെ കേസുകളിലാണ് പറയുന്നത്? അത് ലിമിറ്റ് ഇപ്പം ഈ 1/z അകത്താണെങ്കിൽ ലിമിറ്റ് z→0 ലിമിറ്റ് പറയാൻ പറ്റുമായിരുന്നു. എന്തോ ഇപ്പൊ സൈൻ്റെ അത് ഇപ്പൊ ഓസിലേറ്ററി ആണല്ലോ അത് വരുന്നത് ആക്ച്വലി. അതെ, അതെന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്തത്? നമുക്ക് മോഡുലസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറഞ്ഞോളൂ. മോഡുലസ് ഇപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? ഇപ്പൊ മോഡുലസ് ഓഫ് സൈൻ 1/x അങ്ങനെ എഴുതാൻ നമുക്ക് പറ്റത്തില്ലേ? ഇല്ല, ഇതെന്ന് പറഞ്ഞ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ അല്ലേ? അത് സൈനിസഡ് അൺബൗണ്ടഡ് ഫംഗ്ഷനാ. മോഡുലസ് ലെസ് ദാൻ 1 ഒന്നും അല്ല. അല്ല, റിയലിന്റെ കേസിൽ നമുക്ക് പറ്റൂല. ഇത് കോംപ്ലക്സിന്റെ കേസ് ആയതുകൊണ്ടല്ലേ. റിയലിന്റെ കേസിൽ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് 1 അല്ലേ? അതിന്റെ വാല്യൂ സൈൻ്റെ വാല്യൂ മാക്സിമം. അല്ല, ഇവിടെ നമുക്ക് ലിമിറ്റ് വേണമെങ്കിൽ എടുക്കാം. റിയലിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. സിംഗുലാരിറ്റി ഉണ്ടല്ലോ. സിംഗുലാരിറ്റി അതായത് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളുണ്ടല്ലോ അവിടെ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യല. അതെ അവിടെ വരുന്നത് കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ലിമിറ്റ് z→0 ആകുമ്പോൾ 1/0 സൈൻ ഓഫ് 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അതെ ഇൻഫിനിറ്റിലേക്ക് പോകുന്നതുകൊണ്ട് 1/0 പോകുന്നതുകൊണ്ട് ലിമിറ്റ് ഇങ്ങനെ പറഞ്ഞ പോലെ ഓക്സിലേറ്റർ ആയിട്ട് പോത്തേ ഉള്ളൂ. അല്ല, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. റിയലിൽ പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണല്ലോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാ ഞാൻ നിർത്തിയേക്കാൻ ടൈം കഴിഞ്ഞതാണേ. ഉദ്ദേശിച്ചത് കോഷി സീക്വൻസ് ആണോ ഉദ്ദേശിച്ചത്? ഏതാ ഇപ്പൊ ഈ കാണിച്ച ക്വസ്റ്റ്യൻ അത് കോഷിയാണോ ഉദ്ദേശിച്ചത്? കോഷി കൺവെർജൻസ് ആണോ ഉദ്ദേശിച്ചത്? അല്ല, പവർ സീരീസ് എന്താ ചോദിച്ചേക്കുന്നേ? ഇതൊരു എൻറ്റയർ ഫംഗ്ഷന്റെ ഈ പവർ സീരീസ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാല് നമുക്ക് f of z ഈക്വൽ ടു ഒരു സമ്മേഷൻ an z⁻n എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതെന്താ ഒരു പവർ സീരീസ്? ഈ പവർ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നല്ലേ സാർ? അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, ഒരു ഫംഗ്ഷൻ പവർ സീരീസ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെ കൺവേർജ് ചെയ്യുന്നോ അവിടെ എല്ലാം അത് അനലിറ്റിക് ആയിരിക്കും. ഒരു ഫംഗ്ഷന് പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ കൺവേർജ് ചെയ്യുന്നോ അവിടെ ആ ഒരു ബോളില് അല്ല ഓപ്പൺ സെറ്റില് ഓപ്പൺ ബോളില് അവിടെ എന്താണ് ഇതിപ്പോ ഫംഗ്ഷൻ ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ഇന്റർവെലിനേക്കാൾ നന്നായിട്ട് ഒരു ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് നല്ലത്. അതെ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഈ ഒരു ഇത് ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എൻറ്റയർ ആവുന്ന എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് കോംപ്ലക്സ് പ്ലെയിനിൽ ഫുള്ളും ഇത് എന്താണ് അനലിറ്റിക് ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അകത്ത് എപ്പോഴാണ് നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് 6 നമുക്ക് എന്ത് കിട്ടണ്ടേ? ഇൻഫിനിറ്റി ഇൻഫിനിറ്റി കിട്ടുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, പവർ സീരീസ് കൺവെർജസ് ഫോർ എവരി z ബിലോങ്സ് ടു C. അപ്പൊ എന്തായി? ഓൾറെഡി അത് അനലിറ്റിക് ആയി, എൻറ്റയർ ആയി. അടുത്ത എന്താ? ദ പവർ സീരീസ് കൺവെർജസ് ഫോർ എവരി z ബിലോങ്സ് ടു R. എല്ലാ റിയൽ നമ്പർ ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻറ്റയർ ആവുമോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ പ്രത്യേകതയാണ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് 6 എന്താ പറയുന്നത്? റേഡിയസ് ഓഫ് കൺവെർജൻസ് പറയുന്നത് 6 ഈ റേഡിയസ് 6ൽ താഴെയുള്ള എല്ലാ പോയിന്റുകൾക്കും കൺവേർജ് ചെയ്യും. അവിടെ അത് അനലിറ്റിക്കും ആയിരിക്കും. 6ന് മേലോട്ടുള്ള പോയിന്റുകളിൽ എന്ത് ചെയ്യല? കൺവേർജ് ചെയ്യത്തില്ല അല്ലേ? അപ്പൊ നോക്കിക്കേ, എല്ലാ റിയൽ നമ്പറിലും കൺവേർജ് ചെയ്യണമെങ്കിൽ എന്താ പറ്റത്തുള്ളൂ? R = ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ്, റേഡിയസ് ഓഫ് കൺവെർജ് ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് എല്ലാ റിയൽ നമ്പറിലും കൺവേർജ് ചെയ്ത്. അതുകൊണ്ട് അതും ഒരു എന്തായിരിക്കണം? എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കണം. അടുത്ത മൂന്നാമത്തെ എന്താ? 2n എല്ലാം കൺവേർജ് ചെയ്യുന്നുണ്ട്. അത് ഇത് പറഞ്ഞ പോലെ തന്നെ 2n കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇങ്ങനെ കൺവേർജ് ചെയ്ത് പോവുക. റേഡിയസ് ഓഫ് കൺവെർജ് അവിടെയും ഇൻഫിനിറ്റി ആയിരിക്കണം. ഫൈനൈറ്റ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണെങ്കിൽ എവിടെയെങ്കിലും 2n എവിടെയെങ്കിലും പോയി നിന്ന് പോയാൽ അപ്പൊ അതും എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ എൻറ്റയർ ഫംഗ്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് 1/5n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 1/5 തൊട്ട് താഴോട്ട് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു
ഒരു സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ്സ് മാത്രമേ കൺവേർജ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്റർ ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഉറപ്പില്ല. വെച്ചാൽ 1/5 റേഡിയസ് ഉള്ള യൂണിറ്റ് സർക്കിളിന്റെ അകത്ത് മാത്രം ഡിഫൈൻ അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ള വെച്ചാൽ എന്റർ ഫംഗ്ഷൻ ആവണം നിർബന്ധമില്ല. അല്ല, നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്യാൻ പറ്റുമോ സാർ? ഈ പറയുന്ന ലാസ്റ്റ് സാർ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് ഏത് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും? അതിന് വലിയ പാടൊന്നുമില്ല. അപ്പം f of z equal to power series converges for every z belongs to 1/5. 1/z minus 1. 1/z minus 2 കൊടുത്തു കഴിഞ്ഞാൽ 1/z minus 2 കൊടുത്തു കഴിഞ്ഞാൽ പവർ സീരീസ് എക്സ്പാൻഷൻ കൺവേർജിങ് എന്താണ് ഈ z equal to 2 പവർ സീരീസ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അവിടെ തന്നെ? അതെ ബാക്കി എല്ലായിടത്തും സീരീസ് എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്കിന് മുകളില് 2 മൈനസ് z റേസ് ടു -1 അല്ലെങ്കിൽ 2 നമുക്ക് പുറത്തെടുത്തതിന് ശേഷം 1/2 എടുത്തതിന് ശേഷം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാലോ സാർ? പവർ സീരീസ് കൺവേർജ് ഫോർ എവരി z belongs to 1/5 raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1/5 1/25 അതിൻ്റെ അകത്ത് കൺവേർജ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് അറിയത്തുള്ളൂ. ഇതെന്ന് പറയുന്ന എന്താണ് ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ ഇപ്പോൾ എളുപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് തന്നെ എളുപ്പം. 1/z minus 2 എടുത്താൽ മതി. എന്ന് വെച്ചാൽ 1/z minus 2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടെയ്ലേഴ്സ് അല്ലെ എന്താണ് മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ z equal to 0 എക്സ്പാൻഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 2 ആ കിട്ടുന്നത് അല്ലേ? അവിടെ 2 അല്ലേ 0 ഒറിജിൻ ആയിട്ടുള്ളതല്ലേ? അപ്പം 2 പോയി നിൽക്കണം. 2 ഇവിടെ നിൽക്കും. 0 ഈ ഒരു റേഡിയസ് ഇവിടെ ഇത്രേ ഉള്ളൂ കൺവേർജ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ ഇത് കുറച്ച് പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള മാത്രം പറയാം. ഇച്ചത്തെ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ. ഓപ്ഷൻ ബി ട്രൂ ആണ്. ഇഫ് ഇൻജക്റ്റീവ് ആണ്. ഇത് ഓപ്ഷൻ ബിയും സിയും ട്രൂ ആണ്. ഞാൻ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇനി പറഞ്ഞോളാം. പറയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാ. ഓക്കെ, ഇതും എളുപ്പമാണ്. ഇതെന്ന് പറയുന്ന എഫ് ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ഡോ യു ബൈ ഡോ എക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് 0 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഫ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയായിരിക്കും. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു എക്സ് പ്ലസ് ഐ ബി എക്സ് ആണ്. അപ്പൊ ഇതാണ് എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എന്താ? എഫ് ഡാഷ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? കോസ് 1 പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു കോസ് 1 പ്ലസ് ഐ സൈൻ ഇസഡ് ആണ്. സൈൻ ഇസഡ് ഇൻറ്റു എന്ത് വരും? പിന്നെ സൈൻ ഇസഡിന്റെ ഡെറിവേറ്റീവ് കൂടെ വരും അല്ലേ? കോസ് ഇസഡ് ഇപ്പം കോസ് 1 പ്ലസ് എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി പിന്നെ എക്സ്പോണൻഷ്യൽ വരുമ്പോഴത്തേക്കും സൈൻ ഇസഡ് ഇത്രയും കൂടെ വരും. സൈൻ ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് എന്ന് വരും. ഇത്രയും ടൈം വരും അല്ലേ? നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എന്താ കിട്ടാൻ പോകുന്നത്? സാർ എക്സ് പ്ലസ് ഐ വൈ ആക്കി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം മാറ്റുന്നുണ്ട്. പിന്നെ യുയിലും ബിയിലും കാരണം റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് അവിടെ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണമല്ലോ. ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ അകത്ത് ശരിക്കും എന്താ ചെയ്യുന്നത്? 0 യു എക്സ് ആണെന്നല്ലേ ചോദിച്ചേക്കുന്നേ അല്ലേ? ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ചോദ്യം എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? യു എക്സ് 0 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ യു എക്സ് 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എഫ് ഡാഷിന്റെ അകത്ത് റിയൽ പാർട്ട്, എഫ് ഡാഷിന്റെ റിയൽ പാർട്ട് ആണ് യു എക്സ്. അപ്പൊ നിങ്ങൾ എഫ് ഡാഷ് കണ്ടുപിടിച്ച് 0 ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പൊ എന്നാ കിട്ടും? ഇവിടെ ഒരു സൈൻ ഇസഡ് കിടക്കുന്നതുകൊണ്ട് ഇത് 0 എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യു എക്സ് ഓഫ് 0 എന്നല്ലേ? അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അത്രേ ഉള്ളൂ. ഓക്കെ.